ഹലോ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ എൻ്റെ വോയിസ് എല്ലാവരും കേൾക്കുന്നുണ്ടെന്ന് വിചാരിക്കണം. ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്തിട്ടുണ്ട്, അതും എല്ലാവരും കാണുന്നുണ്ടാവും. ഒന്ന് രണ്ട് പേരൊന്ന് ചാറ്റിൽ ഓക്കെ ഇടാവോ? ഓക്കെ, താങ്ക് യു. അപ്പോൾ ഇത് നമ്മുടെ KMUG-ൻ്റെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടാണ് ഒരു മലയാളത്തിലൊരു സെഷൻ നമ്മൾ ട്രൈ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ KMUG-ൽ പുതിയതായിട്ട് ജോയിൻ ചെയ്ത ആൾക്കാരുണ്ടാവും. അവർക്ക് വേണ്ടിയിട്ട് KMUG എന്താണെന്ന് ഞാൻ ആദ്യം ഒന്ന് പറയാം. അപ്പോൾ നമ്മുടെ KMUG കേരള മൈക്രോസോഫ്റ്റ് യൂസേഴ്സ് ഗ്രൂപ്പ് ഒരു 2000-ൽ നമ്മൾ ഏകദേശം സ്റ്റാർട്ട് ചെയ്തതാണ്. അപ്പം KMUG എന്ന് പറയുന്നത് ഒറ്റ ഗ്രൂപ്പായിട്ട് സ്റ്റാർട്ട് ചെയ്തതല്ല. ആദ്യം നമുക്ക് പല പല ഗ്രൂപ്പുകൾ കേരളത്തിലെ പല ഭാഗത്തായിട്ട് ഉണ്ടായിരുന്നു. ട്രിവാൻഡ്രം മൈക്രോസോഫ്റ്റ് യൂസേഴ്സ് ഗ്രൂപ്പ്, കൊച്ചിൻ മൈക്രോസോഫ്റ്റ് യൂസേഴ്സ് ഗ്രൂപ്പ്, പിന്നെ കൊച്ചി .NET ഡെവലപ്പേഴ്സ് ഗ്രൂപ്പ് ഉണ്ടായിരുന്നു, ഷെയർ പോയിൻറ്റ് ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. ചില ഗ്രൂപ്പുകളിൽ ആൾക്കാർ കൂടുതലായിരുന്നു, ചിലതിൽ ആൾ കുറവായിരുന്നു. അറ്റ് സം പോയിൻ്റ് നമ്മൾ എല്ലാ ഗ്രൂപ്പ്സ് പരസ്പരം നമുക്ക് അറിയാമായിരുന്നു. ഇതിൻ്റെ ഓർഗനൈസേഴ്സിനെ എല്ലാം നമ്മൾ ഗ്രൂപ്പ് ചെയ്തിട്ട് നമ്മൾ കേരള മൈക്രോസോഫ്റ്റ് യൂസേഴ്സ് ഗ്രൂപ്പ് എന്നും പറഞ്ഞിട്ട് ബാക്കി ആക്ടിവിറ്റീസ് ഓർഗനൈസ്ഡായിട്ട് നടത്തുകയായിരുന്നു. ശ്രീജുമോനാണ് നമ്മുടെ KMUG-ൻ്റെ ഫൗണ്ടർ. ശ്രീജുമോൻ ഈ ഇവൻറ്റിൽ ജോയിൻ ചെയ്തോന്ന് എനിക്ക് അറിയില്ല. അതിനുശേഷം നിങ്ങൾ KMUG ഗ്രൂപ്പിലുണ്ടെങ്കിൽ അറിയാം, പല പ്രമുഖരും പഴയ വെറ്ററൻസ് നമ്മുടെ ഗ്രൂപ്പിൽ ഇന്നുമുണ്ട്. ഞാൻ ട്രിവാൻഡ്രം യൂസേഴ്സ് ഗ്രൂപ്പിൻ്റെ ആദ്യകാല പ്രവർത്തകനാണ്. നമ്മൾ ഈ കോവിഡ് കാലം തുടങ്ങുന്നതിന് മുന്നേ വരെ എല്ലാ ശനിയാഴ്ചയും എല്ലാ മാസത്തിലും ഒരു ആദ്യത്തെ ശനിയാഴ്ച നമ്മൾ ഒരു ഈവൻ്റ് വെച്ചിട്ട് നടത്തുന്നുണ്ടായിരുന്നു. ഒറിയോൺ ഇന്ത്യ സിസ്റ്റംസിലൊക്കെ സ്ഥിരമായിട്ട് വരുന്നവർ ഈ ഗ്രൂപ്പിലുണ്ടാവാം. അപ്പോൾ അവർക്കറിയാം നമുക്ക് ഈ ആദ്യകാലത്ത് മൈക്രോസോഫ്റ്റ് ടെക്നോളജിക്കാണ് നമ്മൾ പ്രാധാന്യം കൊടുത്തതെങ്കിൽ കഴിഞ്ഞൊരു 3-4 വർഷം സ്ഥിരമായിട്ട് അറ്റൻഡ് ചെയ്യുന്നവർക്കറിയാം നമ്മൾ ഒരു പർട്ടിക്കുലർ ടെക്നോളജിയിലൊന്നും ഇപ്പോൾ നമ്മൾ ഫോക്കസ് ചെയ്യുന്നില്ല. നമ്മൾ എല്ലാ ടെക്നോളജിയിലുള്ള ഈവൻ ബിസിനസ്, സോഫ്റ്റ് സ്കിൽസ്, പ്രോജക്റ്റ് മാനേജ്മെൻറ്റ് ലെവലിലുള്ള സെഷൻസും ആക്ടിവിറ്റീസും നമ്മൾ കണ്ടക്ട് ചെയ്യാറുണ്ട്. ഇതൊരു പഴയ കണക്കാണ്. ഞാൻ ഉപയോഗിക്കുന്ന ഒരു അല്പം പഴയ PPT ആണ്. അപ്പോൾ നമ്മൾ 100+ സ്പീക്കേഴ്സൊന്നും അല്ല, ഏകദേശം 200-300 സ്പീക്കേഴ്സ് നമുക്ക് ഇതുവരെ ഉണ്ടായിട്ടുണ്ട്. അവേഴ്സ് നോക്കുകയാണെങ്കിലും 500+ എന്തായാലും ഉണ്ടാവും. അറ്റൻഡീസ് നമ്മൾ പബ്ലിക് ഈവൻറ്റ്സ് നടത്തിയിട്ടുണ്ട്. ചില ഈവൻറ്റ്സിൽ ഏകദേശം 500+ ഉണ്ടായിരുന്നു. അപ്പോൾ അത് നോക്കുകയാണെങ്കിൽ 10,000 എത്തേണ്ട സമയമായി. ഇപ്പോൾ ലോക്ക്ഡൗണൊക്കെ ആയതുകൊണ്ട് നമ്മളിപ്പോൾ ഓൺലൈൻ പ്രസൻസ് മാത്രമേ ഉള്ളൂ. നമ്മുടെ സ്പീക്കേഴ്സ് ലിസ്റ്റിൽ എല്ലാ ടൈപ്പ് ആൾക്കാരും ഉണ്ട്. ഇനിഷ്യലി നമുക്ക് മൈക്രോസോഫ്റ്റ് വാല്യുബിൾ പ്രൊഫഷണൽസ് ആയിരുന്നു കൂടുതൽ. പിന്നെ നമുക്ക് 1-2 അവാർഡ്സൊക്കെ കിട്ടിയിട്ടുണ്ട്, ഡെവലപ്പർ കമ്മ്യൂണിറ്റി അവാർഡ്സൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇന്ത്യയിൽ തന്നെ ഒരു നല്ല ആക്റ്റീവായിട്ടുള്ള ഗ്രൂപ്പായിട്ട് ഉള്ള അവാർഡൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അധികം ഞാൻ നീട്ടുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ മൈക്രോസോഫ്റ്റ് മാത്രമല്ല ഇപ്പോൾ നമ്മുടെ ഫോക്കസ്. അതുകൊണ്ട് ഈ അറ്റൻഡീസിൽ ആർക്കെങ്കിലും ഏതെങ്കിലും ടോപ്പിക്ക് ടെക്നോളജി ആയിരിക്കണം എന്ന ഒരു ക്രൈറ്റീരിയ നമ്മൾ വയ്ക്കുന്നുണ്ട്. അപ്പോൾ ടെക്നോളജി ഏതെങ്കിലും ഒരു ടോപ്പിക്ക് നിങ്ങൾക്ക് എടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ഏതെങ്കിലും വോളണ്ടിയേഴ്സിന് നിങ്ങൾ കോൺടാക്റ്റ് ചെയ്താൽ മതി. ഒരു 15 മിനിറ്റ് മുതൽ മാക്സിമം 1 മണിക്കൂർ വരെയുള്ള സെഷൻസ് നമ്മൾ എൻ്റർടൈൻ ചെയ്യാം. നമ്മൾ പഴയ കാര്യം പറയുന്നില്ല, ഇപ്പോൾ നമ്മൾ ഓൺലൈൻ പ്രസൻസ് മാത്രമേ ഉള്ളൂ. കഴിവതും നമ്മൾ ഓരോ മാസവും 2 ഈവൻറ്റ്സ് വെച്ചിപ്പോൾ നടത്തുന്നുണ്ട്. ഇപ്പോൾ പല പല ടൈപ്പ് ഈവൻറ്റ്സ്, ഈവൻ അക്കാഡമിയ ലെവലിൽ കോളേജസിൽ നമ്മൾ ഈവൻറ്റ്സ് നടത്തുന്നുണ്ട്. മെൻറ്റർഷിപ്പ് പ്രോഗ്രാംസ് ഉണ്ട്. അങ്ങനെ പല ആക്ടിവിറ്റീസ്, ഈ ഹാക്കത്തോൺ വർക്ക്ഷോപ്സ് എല്ലാം നമ്മൾ
കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ അല്പം ഡള്ളാണ്, ഇപ്പോൾ ജസ്റ്റ് ഈ സ്പീച്ച് സെഷൻ മാത്രമേ നടക്കുന്നുള്ളൂ. പിന്നെ നമുക്കൊരു ആക്റ്റീവായിട്ടുള്ള ഒരു വാട്സാപ്പ് ഗ്രൂപ്പും ഉണ്ട്. അതിൻ്റെ ലിങ്ക് ഈ സെഷൻ്റെ ഇടയ്ക്ക് ഒരു ഇൻവൈറ്റ് ലിങ്ക് നമ്മൾ പോസ്റ്റ് ചെയ്യും. അല്പം മോഡറേറ്റഡ് ഗ്രൂപ്പാണ്. ആകെ ഇനി ഒരു 10 മെമ്പേഴ്സിനുള്ള സ്പേസേ ഉള്ളൂ എന്ന് തോന്നുന്നു. അപ്പോൾ നമ്മുടെ ഓൺലൈൻ പ്രസൻസ് നമുക്ക് ഒരു മെയിനായിട്ടൊരു വെബ്സൈറ്റ് ഉണ്ട്. അതുകൂടാതെ നമ്മൾ ഫേസ്ബുക്ക്, വാട്സാപ്പ്, ട്വിറ്റർ, സ്ലാക്ക്, പിന്നെ മീറ്റപ്പ് ഗ്രൂപ്പ്. അപ്പോൾ ആർക്കെങ്കിലും KMG സംബന്ധമായിട്ട് എന്തെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ കൊടുത്തിരിക്കുന്ന ഫോൺ നമ്പേഴ്സിൽ കോൺടാക്റ്റ് ചെയ്താലും മതി. ഈ സ്ലൈഡ് എൻഡ് ഓഫ് ദി സെഷൻ ഷെയർ ചെയ്യുന്നുണ്ടാവും. ഇതൊക്കെ മുമ്പ് നടത്തിയ കുറച്ച് സെഷൻസാണ്, അത് നോക്കണ്ട. നമ്മുടെ ഒരു 2 വർഷം മുന്നേ വരെയുള്ള പാർട്ട്നേഴ്സായിരുന്നു ഇതെല്ലാം. ഇനി ഇപ്പോൾ ഓൺലൈൻ സെഷൻ ആയതുകൊണ്ട് നമുക്ക് ചിലവ് കുറവാണ്. അതുകൊണ്ട് ഇപ്പോൾ അധികം പാർട്ട്നേഴ്സിൻ്റെ ഒന്നും ആവശ്യം നമുക്ക് വരുന്നില്ല. ബട്ട് സ്റ്റിൽ നിങ്ങൾ റെപ്രസെൻ്റ് ചെയ്യുന്ന ഏതെങ്കിലും കമ്പനീസിനോ അല്ലെങ്കിൽ പേഴ്സണലിയോ നിങ്ങൾക്ക് എന്തെങ്കിലും സ്വാഗ്, എന്തെങ്കിലും മെമ്പേഴ്സിന് ഹെൽപ്പ് ചെയ്യണം എന്ന് തോന്നുകയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ കമ്പനിയുടെ ഏതെങ്കിലും പ്രോഡക്റ്റിൻ്റെ ലൈസൻസ് അപ്പോൾ നിങ്ങൾക്ക് KMG വഴി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം. നമ്മളത് ഒരു സിൽവർ പാർട്ട്ണർ എന്നുള്ള നിലയിൽ നമ്മുടെ ഫ്ലയേഴ്സിലും വെബ്സൈറ്റിലും എല്ലാം നമ്മൾ കൊടുക്കുന്നതാണ്. ഇത് കുറച്ച് പഴയ ഫോട്ടോസ്. നമുക്ക് KMGനെ കുറിച്ച് ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ചാറ്റിലിട്ടാൽ മതി. നമ്മൾ ഇനിഷ്യലി നമുക്കധികം ടൈമില്ലാത്തതുകൊണ്ട് സെഷൻ ഞാൻ ക്വിക്കായിട്ട് ഒരു 20-25 മിനിറ്റ്സിൽ കംപ്ലീറ്റ് ചെയ്തിട്ട് ബാക്കി നിങ്ങൾ ഇടയ്ക്ക് വരുന്ന ക്വസ്റ്റ്യൻസൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ നമുക്ക് ഒരു ലാസ്റ്റ് 15 മിനിറ്റ്സ് ഇൻറ്ററാക്റ്റീവ് ആയിട്ടുള്ള സെഷൻ എടുക്കാം. ഞാൻ നമ്മുടെ ഈവൻറ്റിലേക്ക് പോവാണ്. ഇപ്പോൾ പവർ പ്ലാറ്റ്ഫോം ആണ് മൈക്രോസോഫ്റ്റിൻ്റെ പവർ പ്ലാറ്റ്ഫോം. ഇത് വളരെ അധികം നാളൊന്നും ആയിട്ടില്ല വന്നിട്ട്, ആകെ ഒരു 3 വർഷമേ ആയിട്ടുണ്ടാവുള്ളൂ വന്നിട്ട്. എക്സൽ ഉപയോഗിക്കുന്നവർക്ക് അറിയാമായിരിക്കും. പവർ വ്യൂ, പവർ പിവട്ട്, പവർ ക്വറി എന്നൊക്കെ പറഞ്ഞിട്ട് 2012-13 കാലഘട്ടത്തിൽ കുറച്ച് പ്ലഗിൻസ്, ആഡ് ഓൺസ് അവൈലബിൾ ആയിരുന്നു. അത് പിന്നെ പഴയ വെർഷൻസ് ഉപയോഗിക്കുന്നവർ ഇപ്പോഴും ഉപയോഗിക്കുന്നുണ്ടാവാം. പിന്നെ പയ്യെ അത് അപ്രത്യക്ഷമായി. അതിൻ്റെ ഒരു ന്യൂ ജനറേഷൻ എന്ന് പറയാം. നമുക്ക് കുറച്ച് ടൂൾസ് പുതിയതായിട്ട് വന്നിട്ടുണ്ട്. അതാണ് നമ്മളിപ്പോൾ പ്രസൻറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് മുന്നേ ഞാൻ ഗ്രൂപ്പിലുള്ളവർക്ക് അറിയാമായിരിക്കും, ഞാൻ പ്രവീൺ, ഇപ്പോൾ കൊച്ചിയിലാണ്. ഇപ്പോൾ KMGൻ്റെ കമ്മ്യൂണിറ്റി കൗൺസിൽ മെമ്പറാണ്. എന്നോടൊപ്പം കുറച്ച് പേരൂടെ ഉണ്ട്. അനുരാജ്, രജനീഷ്, അഭിലാഷ്, അനേഷ്, അങ്ങനെ കുറച്ച് പേരുണ്ട് ആക്റ്റീവായിട്ട്. ഞാൻ ഓറയൻ ഇന്ത്യ സിസ്റ്റംസിലായിരുന്നു ഒരു 2 മാസം മുന്നേ വരെ. ഇപ്പോൾ ഞാൻ ആഡ്ഫോക്സ് എന്ന് പറയുന്നൊരു UAE ബേസ്ഡ് കമ്പനിയുടെ പ്രോഗ്രാം ഡയറക്ടറാണ്. അപ്പോൾ ഞാൻ റെഗുലറായിട്ട് എൻ്റെ ടെക്നോളജീസ് തോട്ട് പ്രോസസ്സെല്ലാം ഞാൻ ബ്ലോഗ് ചെയ്യുന്നുണ്ട്. blog.nansens.com. പിന്നെ ലിങ്ക്ഡിനും ട്വിറ്ററും ഉണ്ട്. എന്തെങ്കിലും ആവശ്യത്തിന് കോൺടാക്റ്റ് ചെയ്യണമെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാം. സോ ടു ദ പോയിൻറ്റ്, പവർ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് ഈ കാണുന്ന 4 ടൂൾസിനെ ചേർത്താണ് നമ്മൾ പറയുക. പവർ പ്ലാറ്റ്ഫോം ഈക്വൽ ടു പവർ BI, പവർ ഓട്ടോമേറ്റ്, പവർ ആപ്സ് ആൻഡ് വിർച്വൽ അസിസ്റ്റൻറ്റ്. വിർച്വൽ അസിസ്റ്റൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ ചാറ്റ് ബോട്ട്സ്. അപ്പോൾ നമ്മൾ ഒരു മിക്സഡ് ഗ്രൂപ്പാണ് അറ്റൻഡീസ് എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഈ പവർ പ്ലാറ്റ്ഫോമിൽ നമുക്ക് ഡേറ്റ വിഷ്വലൈസ് ചെയ്യാൻ പറ്റും, ടാസ്ക് ഓട്ടോമേറ്റ് ചെയ്യാൻ പറ്റും, കോൺവെർസേഷൻസ് വിർച്വൽ അസിസ്റ്റൻറ്റ് വെച്ചിട്ട് ചാറ്റ് ബോട്ട്സ് ഉപയോഗിക്കാൻ പറ്റും, പിന്നെ ആപ്ലിക്കേഷൻസ് ഡെവലപ്പും ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ പറയുമ്പോൾ നമുക്ക് ശരിക്കും ഈ ഒരു പ്ലാറ്റ്ഫോമിൽ അധികം കോഡിങ്ങിൻ്റെയോ അധികം ഡീപ്പ് ലെവൽ നോളജിൻ്റെ ഒന്നും ആവശ്യമില്ല. അതാണ് ഒരു ബ്യൂട്ടി ആയിട്ട് ഞാൻ കാണുന്നത്. നമുക്ക് ഓരോന്നുമായിട്ട് നോക്കാം. ആദ്യം പവർ BI. അപ്പം നമുക്ക് ഇവിടെ 4 ടൂൾസ് പറഞ്ഞതിൽ ഇത് ഒരു സ്റ്റിൽ ഇവോൾവിങ് പ്ലാറ്റ്ഫോമാണ് കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ അഭിപ്രായം പറയുകയാണെങ്കിൽ പവർ BI ആണ് ഏറ്റവും മെച്യൂർഡായിട്ട് ഇപ്പോൾ ഈ 4 ഉള്ളത്.
സ്റ്റിൽ ഇവോൾവിങ് ആണ്. പല ഫീച്ചേഴ്സും പ്രിവ്യൂ മോഡലാണ്, പല ഫീച്ചേഴ്സ് അവരെടുത്ത് കളയുന്നുണ്ട്, ബെറ്ററായിട്ട് വരുന്നുണ്ട്. ഇപ്പോൾ പവർ ബി ഐയുടെ കാര്യം പറയുകയാണെങ്കിൽ നിങ്ങൾ എക്സലൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ എളുപ്പമായിരിക്കും പവർ ബി ഐ പഠിച്ചെടുക്കാനായിട്ട്. ഈ കാണുന്നത് തന്നെയാണ് എൻ്റെ സാമ്പിൾ സ്ക്രീൻ. ഇത് പവർ ബി ഐ ഡെസ്ക്ടോപ്പ് എന്ന് പറയുന്ന വെർഷനാണ്. ഇനി എൻ്റെ ഓൺലൈൻ വെർഷനും ഉണ്ട്. അപ്പോൾ കുറച്ച് ചാർട്ടും കാര്യങ്ങളൊക്കെ നിങ്ങൾ കാണുന്നുണ്ടാവും റൈറ്റ് സൈഡിൽ. ഇപ്പോൾ വിഷ്വൽ സ്റ്റുഡിയോ ഒക്കെ ഉപയോഗിച്ചിട്ടുള്ളവർക്ക് റൈറ്റ് സൈഡിൽ ഉള്ള കാര്യങ്ങളൊക്കെ ചിലപ്പോൾ റിലേറ്റ് ചെയ്യാൻ പറ്റും. കുറേ ചാർട്ടും കാര്യങ്ങളൊക്കെയാണ്. ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക, ഒരു ഡാറ്റ സെറ്റ് വേണം. ലെഫ്റ്റ് സൈഡ് ആ വർക്ക് ഏരിയയിൽ ആ ഒരു ചാർട്ട് ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾക്ക് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കാം. നിങ്ങൾക്ക് ആ ഒരു പർട്ടിക്കുലർ ചാർട്ട് ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ മറ്റൊരു വിഷ്വലൈസേഷൻ വിഷ്വൽ സെലക്ട് ചെയ്താൽ ഓട്ടോമാറ്റിക്കായിട്ട് അത് കൺവെർട്ട് ആയിക്കോളൂ. അധികം കോൺഫിഗറേഷൻ്റെ ഒന്നും ആവശ്യമില്ല. അധികം എഫേർട്ടില്ലാതെ നിങ്ങൾക്ക് റാപ്പിഡായിട്ട് തന്നെ ഇത് ഡിസൈൻ ചെയ്യാൻ പറ്റും. ഡാഷ്ബോർഡ്സ് ഉണ്ട്, റിപ്പോർട്ട്സും ഉണ്ട്. നിങ്ങൾക്കിത് പബ്ലിഷ് ചെയ്യാം, നിങ്ങളുടെ കൊളീഗ്സുമായിട്ടും മാനേജ്മെൻറ്റുമായിട്ടൊക്കെ ഷെയർ ചെയ്യാം. അങ്ങനെയുള്ള ഒരു നല്ലൊരു യൂസ്ഫുള്ളായിട്ടൊരു ടൂളാണ്. നിങ്ങൾ ബാക്കി 3 ടൂളും പഠിച്ചില്ലെങ്കിലും ഇത് മസ്റ്റായിട്ടും പഠിച്ചിരിക്കുക എന്ന് ഞാൻ പറയും. ഒന്നാമത്തെ കാര്യം, ഇത് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. ഇതിൽ നമ്മുടെ ഏതൊരു ബി ഐ പ്രോസസ്സിലുണ്ടാവുമല്ലോ, ഗെറ്റ് ഡേറ്റ, ഡു സം ക്ലീനപ്പ്, ദെൻ വിഷ്വലൈസ്. ഇത്രയേ ഉള്ളൂ എൻ്റെ 3 സ്റ്റെപ്പ്. നിങ്ങൾക്ക് ഡേറ്റ ഒരുമാതിരിപ്പെട്ട എല്ലാ ഡേറ്റ സോഴ്സും ഇത് കറൻ്റ്ലി സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ടെക്സ്റ്റ്, ജേസൺ, XML, SQL സെർവർ, SAP, ERP, അങ്ങനെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഡേറ്റ സോഴ്സുകൾ ഏകദേശം എല്ലാം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആ ഡേറ്റ ഫെച്ച് ചെയ്യാൻ നിങ്ങൾ ഈ ഒരു സ്ക്രീൻഷോട്ടിൽ തന്നെ മേളിൽ കാണുന്നുണ്ടാവും ഗെറ്റ് ഡേറ്റ എന്നുള്ളത്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു വലിയ ലിസ്റ്റ് കിട്ടും. നിങ്ങൾക്ക് ആവശ്യമുള്ള ഇപ്പോൾ ഒരു വെബ് API എന്നോ REST API എവിടെ നിന്നെങ്കിലും ഡേറ്റ അത് ആ URL കൊടുക്കുക. എന്തെങ്കിലും ക്രെഡൻഷ്യൽസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കൊടുക്കുക. ഓപ്പൺ API ആണെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല. ആദ്യത്തെ കുറച്ച് ഡേറ്റ സെറ്റ് സാമ്പിൾ നിങ്ങളെ അടുത്ത സ്ക്രീനിൽ കാണിച്ചു തരും. നിങ്ങൾക്ക് അല്പം ഡേറ്റ ക്ലീനപ്പ് ഒക്കെ വേണമെങ്കിൽ നടത്താം. പിന്നെ കുറച്ച് അഗ്രിഗേഷൻസും കുറച്ച് സമയം അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്യാം. നെക്സ്റ്റ് സ്ക്രീനിൽ നിങ്ങൾക്കൊരു വർക്ക് ഏരിയ ബ്ലാങ്ക് സ്ക്രീൻ കിട്ടും. ഇല്ലെങ്കിൽ കുറേ ടെംപ്ലേറ്റ്സ് അവൈലബിൾ ആണ്, നിങ്ങൾക്ക് ടെംപ്ലേറ്റ്സ് ഉപയോഗിച്ചിട്ട് ചെയ്യാം. നെക്സ്റ്റ് ഈസിയാണ്. ഈ പറഞ്ഞ പോലെ വിഷ്വൽസ് സെലക്ട് ചെയ്യുക. പിന്നെ ഈ ഡ്രില്ലിങ് ഡൗൺ, ഡ്രിൽ ത്രൂ, അങ്ങനെ കുറേ BI ആയിട്ട് ബന്ധപ്പെട്ട കുറേ എക്സലൊക്കെ ഉപയോഗിക്കുന്നവർക്ക് ആ ടേംസ് പെട്ടെന്ന് ക്യാച്ച് ചെയ്യും. ഇത് എങ്ങനെ പഠിക്കണം, എവിടെ നിന്ന് പഠിക്കണം എന്നൊക്കെ ഉള്ള ലിങ്ക്സ് ഞാൻ ഈ PPTയിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഹൈലൈറ്റ്സ് എന്ന് പറയുന്നത് ഇതൊരു സെൽഫ് സർവീസ് BI ആണ്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇനി ഡെവലപ്പേഴ്സോ ഡാറ്റ അനലിസ്റ്റോ അങ്ങനെ ഒരു ഡിപ്പെൻഡൻസി ഒന്നുമില്ല. നിങ്ങൾ ഏത് ടൈപ്പ് യൂസറോ ആയിക്കോട്ടെ, ബിസിനസ് യൂസർ ആയിക്കോട്ടെ, ഡെവലപ്പർ ആയിക്കോട്ടെ, ടെസ്റ്റർ ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, നിങ്ങൾക്ക് സ്വന്തമായിട്ട് തന്നെ റിപ്പോർട്ട്സ് ജനറേറ്റ് ചെയ്യാം, പബ്ലിഷ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ മേജർ ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഓരോ മനുഷ്യരും തിങ്ക് ചെയ്യുന്നത് ഡിഫറെൻ്റ് അല്ലേ. അപ്പോൾ എനിക്ക് കുറേ ഐഡിയാസ് ഉണ്ടാവാം, പക്ഷേ നിങ്ങളോട് സംസാരിക്കുമ്പോഴായിരിക്കും എനിക്ക് മനസ്സിലാവുക നിങ്ങൾക്ക് എന്നെക്കാൾ കൂടുതൽ ഐഡിയാസ് ഉണ്ടാവുക എന്ന്. അപ്പോൾ ഞാനൊരു ഡാറ്റ അനലിസ്റ്റ് ആണെങ്കിൽ നിങ്ങൾ എന്നെ പഠിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ആ റിപ്പോർട്ട് നിങ്ങൾക്ക് തന്നെ മോഡിഫൈ ചെയ്ത് അല്ലെങ്കിൽ നിങ്ങൾക്കൊരു പുതിയ ഒരു റിപ്പോർട്ട് ഉണ്ടാക്കാം. ആ ഡാറ്റ സെറ്റ് നിങ്ങൾക്ക് കിട്ടിയാൽ മാത്രം മതി. അപ്പോൾ ഇതൊരു സെൽഫ് സർവീസാണ്. അതുകൊണ്ട് അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് ബെനിഫിറ്റ്സ് ഉണ്ട്. പ്രോപ്പർ വിഷ്വലൈസേഷൻ ടൂൾ നിങ്ങൾക്ക് ക്ലിക്ക് വ്യൂ, ടാബ്ലോ, അങ്ങനെ കുറേ വിഷ്വലൈസേഷൻ ടൂൾസ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഗൂഗിളിൻ്റെ ലുക്കർ ഉണ്ട്. ഒരു ടിപ്പിക്കൽ വിഷ്വലൈസേഷൻ ടൂൾ മാത്രമാണത്. ഇതിന് ഒരു ആഡഡ് അഡ്വാൻറ്റേജ് ഇപ്പോഴുള്ള മോഡേൺ വിഷ്വലൈസേഷൻ ടൂൾസ് എല്ലാം ഉള്ളത് തന്നെയാണ്. നമുക്ക് ഹ്യൂജ് വോളിയം ഡേറ്റ പ്രോസസ്സ് ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഉണ്ട്. ഇപ്പോൾ നമുക്ക് എക്സൽ നോക്കുകയാണെങ്കിൽ ഒരു 1-2 GB ഒക്കെ കഴിയുമ്പോൾ തന്നെ അല്പം ഭയങ്കരമായിട്ട് ലാഗ് ചെയ്യും. അപ്പോൾ നമുക്ക് കുറച്ചുകൂടിയൊക്കെ അഡ്വാൻസ്ഡ് ടൂൾ വേണമെന്ന് തോന്നും. ഇവിടെ പവർ BIക്ക് ഓട്ടോ സ്കെയിലിംഗ് കേപ്പബിലിറ്റീസൊക്കെ ഉണ്ട്. അതിൻ്റെ മെമ്മറി മാനേജ്മെൻ്റ് ഒക്കെ നല്ലതാണ്. ഇപ്പോൾ ഈവൻ ഡെസ്ക്ടോപ്പ് വെർഷൻ ആണെങ്കിൽ കൂടിയും ഒരു പരിധി വരെയുള്ള ഡേറ്റയെല്ലാം വലിയ പ്രോബ്ലം ഇല്ലാതെ ലോഡ് ചെയ്യുകയും പ്രോസസ്സ് ചെയ്യുകയും വിഷ്വലൈസ് ചെയ്യുകയും ഒക്കെ ചെയ്യും. നമുക്ക് ഒരു പ്രാവശ്യം ഡേറ്റ ഗെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ
ആ സെയിം ഡേറ്റ ഇപ്പോൾ ഡൈനാമിക് ഡേറ്റയൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് റിഫ്രഷ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ക്വറി എന്ന് പറയുന്ന ഫീച്ചർ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് റിയൽ ടൈം ഡേറ്റയും കാണിക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ട്വിറ്റർ അനാലിസിസ് ഒക്കെ ആണെങ്കിൽ ഇപ്പം ട്വീറ്റ്സ് വന്നുകൊണ്ടേയിരിക്കുകയാണ് അല്ലേ. അപ്പോൾ നിങ്ങൾക്കൊരു ഡൈനാമിക് ഡാഷ്ബോർഡ് അല്ലെങ്കിൽ ഡൈനാമിക് റിപ്പോർട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ അതിൻ്റെ API ആയിട്ട് കണക്ട് ചെയ്താൽ നിങ്ങൾക്ക് റിയൽ ടൈം റിപ്പോർട്ട്സ് കാണിക്കാൻ പറ്റും. സെക്കൻഡ്. ഓക്കെ, ഇനി ഡാറ്റ കണക്റ്റേഴ്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഒന്ന് പോയിട്ട് വരാം. ഓക്കെ, ഞാൻ ഈ തന്നിരിക്കുന്ന URL ഒരു 100+ ഡേറ്റ സോഴ്സസ് ഓൾറെഡി ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എക്സാക്ട്ലി എത്ര കണക്റ്റേഴ്സ് അവൈലബിൾ ആണ് എന്ന് ചോദിച്ചാൽ എനിക്കിപ്പോൾ ഒരു ആൻസർ ഇല്ല. കാരണം ഓരോ ആഴ്ചയും നോക്കുമ്പോൾ കൂടുതൽ കണക്റ്റേഴ്സ് വരുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ 100+ കണക്റ്റേഴ്സ് കറൻ്റ്ലി ഉണ്ടെന്ന് വിചാരിക്കാം. നമ്മുടെ ഏകദേശം എല്ലാ റിക്വയർമെൻറ്റ്സും കവർ ചെയ്യാനുള്ള കണക്റ്റേഴ്സ് ഓൾറെഡി അവൈലബിൾ ആണ്. ഒരു സാമ്പിൾസ് നിങ്ങൾക്ക് കാണാം. അഷ്യൂർ സിനാപ്സ് അനലിറ്റിക്സും ബ്ലോബ് സ്റ്റോറേജ് പിന്നെ ടെക്സ്റ്റ് അങ്ങനെയുള്ള എല്ലാ കണക്റ്റേഴ്സും നമുക്ക് ഓൾറെഡി അവൈലബിൾ ആണ്. ഇൻ കേസ് നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഒരു സ്പെഷ്യൽ കണക്ടർ വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കസ്റ്റം കണക്ടർ നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാനും പറ്റും. പിന്നെ സെക്യൂരിറ്റി. അപ്പോൾ ബിൽറ്റ് ഇൻ സെക്യൂരിറ്റി നമ്മൾ ഓഫീസ് 365 AD ഒതൻറ്റിക്കേഷനൊക്കെ ആണെങ്കിൽ അത് തന്നെ നല്ലൊരു സെക്യൂരിറ്റിയാണ്. പിന്നെ റോൾ ബേസ്ഡ് ആക്സസ് കൺട്രോളൊക്കെ ഉണ്ട്. അതിനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ഡേറ്റാബേസിൽ 10 റോസ് ഉണ്ടെങ്കിൽ അതിൽ 2 റോസ് ആരും കാണാൻ പാടില്ല, ഒരു സ്പെസിഫിക് ആൾ മാത്രമേ കാണാൻ പാടുള്ളൂ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് RBAC ഫീച്ചറൊക്കെ വെച്ചിട്ട് അതൊക്കെ ലിമിറ്റ് ചെയ്യാൻ പറ്റും. ഈ ABAC എന്ന് പറയുന്നത് ആട്രിബ്യൂട്ട് ബേസ്ഡ് ആക്സസ് കൺട്രോളാണ്. അത് വളരെ റീസെൻ്റായിട്ട് വന്നൊരു ഫീച്ചറാണ്. അത് ആട്രിബ്യൂട്ട് ലെവലിലാണ് അതിൻ്റെ സെക്യൂരിറ്റി നമ്മൾ സെറ്റ് ചെയ്യുക. ഇത് നല്ലൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഗാർട്ട്നർ വെരി റീസെൻറ്റ് February 2021 വന്ന ലേറ്റസ്റ്റ് ആയിട്ടുള്ള ട്രെൻഡ് അനാലിസിസ് ആണ്. ഈ ഗാർട്ട്നർ എന്ന് പറയുന്ന ഒരു ബേസിക്കലി ഒരു സർവേ ടെക്നോളജി ക്ലൗഡ് ബിഗ് ഡാറ്റ ഏരിയയിൽ സർവേ നടത്തുന്ന ഒരു കമ്പനിയാണ്. അവർ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയുള്ള കുറേ ചാർട്ട്സ് പബ്ലിഷ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരുടെ ചാർട്ട് പ്രകാരം ഈവൻ ടാബ്ലോയും വളരെ നല്ലൊരു വിഷ്വലൈസേഷൻ ടൂളാണ്. അതിനും മേലെ ലീഡേഴ്സ് ക്വാഡ്രൻറ്റിലാണ് മൈക്രോസോഫ്റ്റ് കറൻ്റ്ലി നിൽക്കുന്നത്. അപ്പം അതിൻ്റെ മൈക്രോസോഫ്റ്റ് നന്നായിട്ട് അത് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഒത്തിരി ഫീച്ചേഴ്സ് കൂടുതലായിട്ട് വരുന്നുണ്ട്. പ്രശ്നമുള്ള ഫീച്ചേഴ്സ് നല്ല സ്റ്റേബിൾ ആക്കുന്നുണ്ട്. അപ്പോൾ ഒത്തിരി ഹാർഡ് വർക്ക് അവർ എഫേർട്ട് ഇതിൽ പുട്ട് ചെയ്യുന്നുണ്ട്. നമുക്ക് വേറെ പല ഈവൻ ഗൂഗിളിൻ്റെ ലുക്കർ പോലും ചാലഞ്ചേഴ്സിൽ കിടക്കുന്നേ ഉള്ളൂ. അത് അല്പം അവരുടെ സ്ട്രാറ്റജിയുടെയും കൂടെ കുഴപ്പമാണ് എൻ്റെ അഭിപ്രായത്തിൽ. കാരണം മൈക്രോസോഫ്റ്റ് കുറേ ഫ്രീയും കുറേ നമുക്ക് ലേണിംഗ് ടൂൾസും ബെനിഫിറ്റ്സും ഒക്കെ തരുന്നുണ്ട്. ലുക്കറിന് ഫ്രീ ആയിട്ട് ലേണിംഗ് ഒക്കെ ഉണ്ടെങ്കിലും കുറച്ച് ലിമിറ്റേഷൻസ് എനിക്ക് തോന്നിയത് ഒരു എൻ്റർപ്രൈസ് ലൈസൻസിങ് എഗ്രിമെൻ്റ് ഒക്കെ ഉണ്ടെങ്കിലേ നമുക്കൊരു ഹാൻഡ്സ് ഓൺ ഒക്കെ ചെയ്ത് പഠിക്കാനൊക്കെ പറ്റുള്ളൂ. അപ്പോൾ കമ്മ്യൂണിറ്റി സപ്പോർട്ട് കുറച്ചുകൂടിയൊക്കെ ഇമ്പ്രൂവ് ചെയ്യേണ്ടി വരുന്നു. അടുത്തത് നമുക്ക് കറൻ്റ്ലി ഞാൻ പറഞ്ഞ പവർ BI ഡെസ്ക്ടോപ്പ് ഫ്രീ ആണ്. നിങ്ങൾക്ക് ജസ്റ്റ് ഗൂഗിളിലെ പവർ BI ഡെസ്ക്ടോപ്പ് ഡൗൺലോഡ് കൊടുത്തു കഴിഞ്ഞാൽ അതിനെ ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. അത് നിങ്ങൾക്ക് എക്സ്പെരിമെൻറ്റ് ചെയ്യാനും ഇതിന് ലൈസൻസ് യാതൊരുവിധ പ്രോബ്ലംസും ഇല്ല. ലിമിറ്റേഷൻസ് തീർച്ചയായിട്ടും ഉണ്ട്. കാരണം ഇപ്പോൾ നിങ്ങൾ കൊളാബറേറ്റീവ് ഡെവലപ്മെൻറ്റൊക്കെയാണ് നടത്തുന്നതെങ്കിൽ പറ്റില്ല. കാരണം ഇതിൻ്റെ പവർ BI സോഴ്സ് ഫയൽ നിങ്ങളുടെ കൊളീഗിന് അയച്ചു കൊടുക്കുക, അയാൾ എഡിറ്റ് ചെയ്തിട്ട് തിരിച്ച് വരും. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള അഡ്ജസ്റ്റ്മെൻറ്റ്സ് ചെയ്യേണ്ടി വരും. ഇതിൽ പഠിക്കാൻ പറ്റിയൊരു ടൂളാണ്. പിന്നെ ചെറിയ പേഴ്സണൽ വിഷ്വലൈസേഷനൊക്കെ ഇതിൽ ചെയ്യാം. പിന്നെ പവർ BI Pro ഉണ്ട്. ഇത് ഓൺലൈൻ വെർഷനാണ്. അതിൽ ലൈവ് ഡയറക്റ്റ് ക്വറി എല്ലാം നന്നായിട്ട് വർക്ക് ചെയ്യും. നിങ്ങളുടെ ആക്റ്റീവ് ഡയറക്ടറി ഓതൻറ്റിക്കേഷനൊക്കെ ആണെങ്കിൽ ഷെയർ ചെയ്യാനൊക്കെ വളരെ എളുപ്പമാണ്. ഇതിൻ്റെ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആണ് പവർ BI പ്രീമിയം. നമ്മുടെ പ്രോയുടെ എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്. പ്ലസ് അല്പം AI പിന്നെ ബിഗ് ഡാറ്റയുടെ കുറച്ചുകൂടി കൂടുതൽ സപ്പോർട്ട് അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. അതിൻ്റെ കോസ്റ്റും അതിനനുസരിച്ച് വേരി ചെയ്യുന്നുണ്ട്. ഇനി ഇത് കൂടാതെ ബാങ്ക്സ് ചില ഓർഗനൈസേഷൻസ് ഈ ഡേറ്റ മൈക്രോസോഫ്റ്റ് ഡേറ്റ സെൻറ്ററിലേക്ക് ഒന്നും പോകുന്നതൊന്നും ഇഷ്ടമുണ്ടാവില്ല. അവർക്ക് ഓൺ പ്രമിസ് വെർഷൻസ് വേണം.
അങ്ങനെയുള്ളവർക്ക് പവർ ബി ഐയുടെ റിപ്പോർട്ട് സെർവറും അവൈലബിൾ ആണ്. മൈക്രോസോഫ്റ്റ് പവർ ബി ഐയുടെ പ്രീമിയം വെർഷൻ മേടിക്കുന്നവർക്ക് ഈ സെർവർ അതിൻ്റെ കൂടെ ഉണ്ടാവും. അതല്ലെങ്കിൽ SQL സെർവറിൻ്റെ എൻ്റർപ്രൈസ് എഡിഷനിലും സെയിം റിപ്പോർട്ട് സെർവർ അവൈലബിൾ ആണ്. ഇനി ഇതുകൂടാതെ ഡെവലപ്പേഴ്സിന് ഹെൽപ്ഫുള്ളായിട്ട് ഒന്നുകൂടി ഉണ്ട് പവർ ബി ഐ എംബഡഡ്. ഇപ്പോൾ നിങ്ങളുടെ വെബ്സൈറ്റിലോ ഷെയർ പോയിൻറ്റിലോ ഒക്കെ ആ റിപ്പോർട്ട് ഷോ ചെയ്യണം എന്നുണ്ടെങ്കിൽ പവർ ബി ഐ എംബഡഡ് ഫെസിലിറ്റി നിങ്ങൾ ഉപയോഗിച്ചാൽ മതിയാകും. അതിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ ലൈസൻസ് ഒന്നും വേണ്ട, പക്ഷേ പവർ ബി ഐ പ്രോ ലൈസൻസ് നിങ്ങൾക്ക് വേണ്ടി വരും. നിങ്ങളുടെ ഡെവലപ്പേഴ്സിന് ആരാണോ പബ്ലിഷ് ചെയ്യുന്നത് മിനിമം ഒരു ലൈസൻസ് എങ്കിലും വേണ്ടി വരും. എന്നാലേ അനോണിമസ് ആക്സസ് എങ്കിലും നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. നെക്സ്റ്റ് ലേണിംഗ് എന്ന് പറയുമ്പോൾ ഇതൊരു വളരെ നല്ല സർട്ടിഫിക്കേഷനാണ്. DA100 എന്ന് പറയുന്ന അനലൈസിങ് ഡേറ്റ വിത്ത് മൈക്രോസോഫ്റ്റ് പവർ ബി ഐ എന്ന് പറയുന്ന ഒരു ആക്റ്റീവ് സർട്ടിഫിക്കേഷൻ ഇപ്പോൾ അവൈലബിൾ ആണ്. ഒരു ആഡഡ് അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ആ ഒരു എക്സാം എഴുതുമ്പോൾ നിങ്ങൾക്ക് ഡേറ്റ അനലിസ്റ്റ് അസോസിയേറ്റ് എന്ന് പറയുന്ന ഒരു ഫുൾ സർട്ടിഫിക്കേഷനും കൂടെ കിട്ടും. ഈ കൊടുത്തിരിക്കുന്ന ലിങ്ക് ആ സർട്ടിഫിക്കേഷൻ്റെ ലിങ്കാണ്. ഇപ്പോൾ ലേണിങ്ങിൽ ആ ഒരു സർട്ടിഫിക്കേഷൻ പേജിൽ നിങ്ങൾ പോയാൽ അതിൻ്റെ താഴെ മൈക്രോസോഫ്റ്റ് ലേണിൻ്റെ സജസ്റ്റഡ് ലേണിംഗ് പാത്ത് എന്തൊക്കെയാണെന്നുള്ളത് കൊടുത്തിട്ടുണ്ടാകും. നിങ്ങൾ ജസ്റ്റ് ആ ഒരു പാത്ത് മാത്രം ഫോളോ ചെയ്ത് കുറച്ച് ഒരു 10ഓളം കോഴ്സുകളുണ്ട്, അത് മാത്രം പഠിച്ചാൽ ആ എക്സാം നിങ്ങൾക്ക് എഴുതാൻ പറ്റും. ഇനി അഡ്വാൻസ്ഡ് ആയിട്ട് പഠിക്കാനാണെങ്കിൽ മൈക്രോസോഫ്റ്റ് ലേണിൻ്റെ തന്നെ പവർ ബി ഐയുടെ കളക്ഷൻസ് ഉണ്ട്. വേറെ ലേണിംഗ് പാത്സും ഉണ്ട്, കുറേ കളക്ഷൻസും ഉണ്ട്. അതിന് ആ സെക്കൻഡ് URL ഉപയോഗിക്കാം. ഇപ്പോൾ മൈക്രോസോഫ്റ്റിൻ്റെ ചില ഈവൻറ്റ്സ് പവർ പ്ലാറ്റ്ഫോമിൻ്റെ തന്നെ പല പല ഈവൻറ്റ്സ് നടത്തുന്നുണ്ട്. എന്തോ പറ്റിയല്ലോ. ഓക്കെ, അതിലേക്ക് വരാം. അടുത്ത് നമുക്ക് രണ്ടാമത്തെ പവർ പ്ലാറ്റ്ഫോം മെമ്പറായിട്ടുള്ള പവർ ആപ്സിലേക്ക് പോകാം. അപ്പോൾ നിങ്ങൾ ഡെവലപ്പേഴ്സ് ആണെങ്കിൽ കൺഫ്യൂസ് ആവേണ്ട കാര്യമില്ല. ഇത് ആപ്ലിക്കേഷൻ ഡെവലപ്മെൻറ്റിന് തന്നെ ഉപയോഗിക്കുന്ന ഒരു ടൂളാണ്. പക്ഷേ ഇതൊരു ലോ കോഡ് പ്ലാറ്റ്ഫോമാണ്. നമ്മൾ പണ്ട് മുതൽ ഇപ്പോൾ വിഷ്വൽ ബേസിക് 3-4 ആ കാലഘട്ടം മുതൽക്കേ നമ്മൾ ഈ കോഡ് എങ്ങനെ കുറച്ചെഴുതാം എന്നാണല്ലോ. നമ്മൾ ഒരു ഫംഗ്ഷൻ എഴുതുമ്പോൾ തന്നെ അതിൻ്റെ ഉദ്ദേശം തന്നെ കുറച്ച് കോഡ് മെയിനായിട്ട് എഴുതിയാൽ മതി, ബാക്കി ലൈബ്രറിയിലോ അസംബ്ലിയിലോ ഒക്കെ വെച്ചാൽ മതി എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു കോൺസെപ്റ്റ് ഇവോൾവ് ചെയ്ത് ഭയങ്കരമായിട്ട് വരുന്നുണ്ട്. ഒത്തിരി ടൂൾസ് വരുന്നുണ്ട്. അതിലൊന്നാണ് നമ്മുടെ പവർ ആപ്സ്. അപ്പോൾ ഇതും അധികം മെച്ചുവേർഡൊന്നും ആയിട്ടില്ലെങ്കിലും ചെറിയ ആപ്സൊക്കെ ഉണ്ടാക്കാൻ വളരെ എഫിഷ്യൻ്റ് ആയിട്ടുള്ളൊരു ടൂൾ തന്നെയാണ്. ഈ കാണിച്ചിരിക്കുന്ന ഒരു സ്ക്രീൻഷോട്ട് അതിൻ്റെ തന്നെയാണ്. ഇപ്പോൾ ഒരു നെക്സ്റ്റ് ഒരു സ്ക്രീൻഷോട്ട് കാണിക്കുകയാണെങ്കിൽ വിഷ്വൽ സ്റ്റുഡിയോ പോലുള്ള ടൂൾസ് ഉപയോഗിക്കുന്നവർക്ക് ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾക്ക് കുറേ കൺട്രോൾസ്, അതിൻ്റെ ഡേറ്റ സെറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. റൈറ്റ് സൈഡിൽ അതിൻ്റെ പ്രോപ്പർട്ടീസ് ഉണ്ടാവും. അപ്പോൾ നിങ്ങളൊരു കൺട്രോൾ ഡ്രാഗ് ഡ്രോപ്പ് ചെയ്യുക, ആ കൺട്രോളിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ റൈറ്റ് സൈഡിലെ പ്രോപ്പർട്ടി ബോക്സിൽ അതിൻ്റെ പ്രോപ്പർട്ടീസ് നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാം. ആ അഡ്വാൻസ്ഡിൽ അല്പസ്വല്പം കോഡും എഴുതാം. ആ കോഡ് എന്ന് പറയുന്നത് പവർ എഫ്എക്സ് എന്ന് പറയുന്ന ഒരു ലാംഗ്വേജാണ്. അത് പുതിയതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ്. പക്ഷേ ഈ എക്സലിൻ്റെ ഫോർമുലയൊക്കെ ഉപയോഗിക്കുന്നവർക്കും ഈ SSASലൊക്കെ ഉള്ള ഡാക്സ് ഫോർമുലാസൊക്കെ ഉപയോഗിക്കുന്നവർക്കൊക്കെ വളരെ എളുപ്പമാണ്. പണ്ട് VB6 ഒക്കെ ഉപയോഗിച്ചവർക്കും വളരെ എളുപ്പമായിരിക്കും. അത് ഞാൻ 2 സാമ്പിളും കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ സ്ക്രീൻ ഡോട്ട് വിഡ്ത്ത് എന്നൊക്കെ കൊടുത്താൽ, ഇപ്പോൾ ബട്ടൺ ഡോട്ട് ടെക്സ്റ്റ്, അപ്പോൾ നമ്മൾ സാധാരണ C# ഉപയോഗിക്കുന്നത് തന്നെയാണ്. അപ്പോൾ അത്ര വലിയ ഡിഫറൻസ് ഒന്നുമില്ല, പഠിച്ചെടുക്കാനും വളരെ എളുപ്പമാണ്. അപ്പോൾ നമുക്ക് ഈ പവർ ആപ്സ് വെച്ചിട്ട് ക്യാൻവാസ് ആപ്സ് ഫോർ വെബ് ഉണ്ടാക്കാം, വെബ്സൈറ്റുകൾ ഉണ്ടാക്കാം. പിന്നെ മൊബൈലിനും ടാബ്ലറ്റ് പോലുള്ള ഡിവൈസുകൾക്ക് വേണ്ടിയുള്ള റെസ്പോൺസീവായിട്ടുള്ള ആപ്സും നമുക്ക് ഉണ്ടാക്കാം. ഇതൊരു ഞാനൊരു ക്രോസ് പ്ലാറ്റ്ഫോം എന്നൊന്നും പറയുന്നില്ല. അൾട്ടിമേറ്റ്ലി ഇത് വെബിലാണ് വർക്ക് ചെയ്യുക. അപ്പോൾ iOS, ആൻഡ്രോയിഡിൽ എല്ലാത്തിലും നമുക്ക് സെയിം ആപ്പ് തന്നെ ഉപയോഗിക്കാം. പക്ഷേ നേറ്റീവ് ആപ്സ് ഇപ്പം തൽക്കാലം സപ്പോർട്ട് ചെയ്യില്ല. ഇപ്പോൾ പവർ ആപ്പ് സ്റ്റുഡിയോ എന്ന് പറയുന്ന ഇൻ്റർഫേസ് ഉപയോഗിച്ചാണ് നമ്മൾ ഈ പവർ ആപ്സ് ഡിസൈൻ ചെയ്യുക. നിങ്ങൾ ഈ കാണുന്നത് തന്നെയാണ് അതിൻ്റെ സ്റ്റുഡിയോ എന്ന് പറയുന്നത്. നമുക്ക് അതിൻ്റെ ഗാർട്ട്നർ വാല്യൂ നോക്കുകയാണെങ്കിൽ, ഈവൻ ഞാൻ പേഴ്സണലി പറയുകയാണെങ്കിൽ ഇത് ഇനിയും സ്റ്റേബിൾ ആവാനുണ്ട്. എന്നാലും
അത് മൈക്രോസോഫ്റ്റ് ലീഡേഴ്സിൽ ക്വാഡ്രൻറ്റിൽ തന്നെയാണത് ഇപ്പോൾ നിൽക്കുന്നത് ആസ് ഓഫ് സെപ്റ്റംബർ 2020. ഇനിയും ഡെവലപ്ഡ് ആവും. അത് നല്ല ഫ്യൂച്ചർ ഞാൻ കാണുന്നുണ്ട് ആ ഒരു പവർ ആപ്സ് ടൂളിൽ. ഇതിൽ കുറച്ച് എഡിഷൻസ് ഉണ്ട്. നിങ്ങൾ ഡിസൈൻ ചെയ്യുന്നത് മെയിനായിട്ട് ഓൺലൈനിലാണ്. അതിൻ്റെ ഒരു ആപ്പ് സ്റ്റുഡിയോ വെബ് ഉണ്ട്. നിങ്ങൾക്ക് മൈക്രോസോഫ്റ്റ് സ്റ്റോറിൽ പോയി കഴിഞ്ഞാൽ അതിൻ്റെ ഡെസ്ക്ടോപ്പ് വെർഷൻ ഡൗൺലോഡ് ചെയ്യാം. പക്ഷേ അൾട്ടിമേറ്റ്ലി ഡെസ്ക്ടോപ്പ് അതൊരു കൈൻഡ് ഓഫ് റാപ്പറാണ്. വെബ് വെർഷൻ തന്നെയാണ് അതിനകത്തും നമുക്ക് കാണുക. അപ്പോൾ ഇതൊക്കെ വർക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലൈസൻസ് വേണം. അപ്പോൾ ഞാൻ ഉപയോഗിക്കുന്നത് പെയ്ഡ് വെർഷനല്ല. എൻ്റെ ഓർഗനൈസേഷൻ ഓഫീസ് 365 തന്നിട്ടുണ്ട്. അതിൽ 1 വർഷം ഫ്രീ ട്രയൽ എനിക്ക് ഈ ടൂൾസ് എല്ലാം ഉപയോഗിക്കാനുണ്ട്. ഞാൻ അത് ആണ് ഉപയോഗിക്കുക മെയിനായിട്ട് പഠിക്കാനായിട്ട്. അതിൻ്റെ പ്രൈസിങ് ഇൻഫർമേഷൻ ഇതാണ്. ഒരു യൂസർ ഒരു ആപ്പിന് ഏകദേശം $10. പക്ഷേ നമ്മൾ .NET പോലുള്ള ലാംഗ്വേജസിലൊക്കെ ഉണ്ടാക്കുന്ന അതുമായിട്ട് കൺസിഡർ ചെയ്യുമ്പോൾ ഇത് വളരെ ചീപ്പ് പ്രൈസിങ് ആണ്. അടുത്ത ഓട്ടോമേഷൻ. പവർ ഓട്ടോമേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ വർക്ക് ഫ്ലോ ഓട്ടോമേഷൻ, ബേസിക്കലി ബിസിനസ് വർക്ക് ഫ്ലോ ഓട്ടോമേഷൻ. ഈ കാണുന്ന സ്ക്രീന് അഷ്യൂറൊക്കെ ഉപയോഗിക്കുന്നവർക്ക് ചിലപ്പോൾ റിലേറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് അഷ്യൂറിൽ ലോജിക് ആപ്സ് എന്നും പറഞ്ഞൊരു സർവീസ് ഉണ്ട്. എക്സാക്ട്ലി സെയിം തന്നെയാണ്. ഇത് നമുക്ക് മൈക്രോസോഫ്റ്റ് ഫ്ലോ എന്നും പറഞ്ഞിട്ട് കുറച്ച് മുന്നേ ഒരു ടൂൾ ഉണ്ടായിരുന്നു. അതിനെ റീനെയിം ചെയ്താണ് പവർ ഓട്ടോമേറ്റ് എന്നിട്ടിട്ട് നമ്മുടെ പവർ പ്ലാറ്റ്ഫോമിൻ്റെ മെമ്പറാക്കിയിരിക്കുന്നത്. അപ്പോൾ ലോജിക് ആപ്പൊക്കെ ഉപയോഗിച്ച ആൾക്കാർക്ക് സെയിം അതിൻ്റെ ആ ഫ്ലോ എല്ലാം അതിൻ്റെ വർക്ക് ഫ്ലോ ഡിസൈൻ ചെയ്യുന്ന രീതിയും എല്ലാം സെയിം തന്നെയാണ് ഇവിടെ. വർക്ക് ഫ്ലോ എന്ന് പറയുമ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ഓർഗനൈസേഷനിലെ ലീവ് അപ്രൂവൽ സിസ്റ്റം, അതൊരു വർക്ക് ഫ്ലോ ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. ഇല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റിൽ അല്ലെങ്കിൽ നമ്മുടെ കോവിഡ് തന്നെ എടുക്കാം. ഇപ്പോൾ നമ്മുടെ കോവിഡ് API ഉണ്ടല്ലോ, അത് ഓട്ടോമേറ്റ് ചെയ്യാൻ ഇത് ഉപയോഗിക്കാം. അപ്പം എല്ലാ 30 സെക്കൻഡ്സിലും ആ ഒരു API ചെക്ക് ചെയ്തിട്ട് ഏതെങ്കിലും ഹോസ്പിറ്റലിൽ സ്ലോട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്കൊരു SMS അല്ലെങ്കിൽ ഒരു ഇമെയിലോ അല്ലെങ്കിൽ ഒരു ഡെസ്ക്ടോപ്പ് അലർട്ടോ വരാനായിട്ട് ഈ ഒരു ഫ്ലോ നമുക്ക് ഈ ഒരു ആപ്പിൽ ഡിസൈൻ ചെയ്ത് വയ്ക്കാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ ഗാർട്ട്നർ എന്ന് പറയുന്നത് ഇനിയും ഇമ്പ്രൂവ് ചെയ്യാനുണ്ട്. UI പാത്തും ആപ്പിൾ ഓട്ടോമേഷൻ എനിവെയറുമായിട്ടും തൽക്കാലം അത്ര പെട്ടെന്ന് കമ്പയർ ചെയ്യാൻ പറ്റില്ല. ഇനിയും അല്പം കൂടിയൊക്കെ ഇമ്പ്രൂവ് ആവാനുണ്ട്. ഇപ്പോഴും വിഷണറി മാത്രമാണ്. ബട്ട് സ്റ്റിൽ ചെറിയ ഞാൻ കോവിഡിൻ്റെയൊക്കെ ഞാൻ ഓട്ടോമേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊക്കെ എഫിഷ്യൻ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ചെറിയ കാര്യങ്ങൾക്കൊക്കെ ബിസിനസ് ലെവലിൽ ഞാൻ ഇതൊരു ഉപയോഗിച്ച് തുടങ്ങിയിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ എഡിഷൻസ് നോക്കുകയാണെങ്കിൽ നമ്മൾ അവർ ആ ഡൊമൈൻ നെയിം ഒന്നും മാറ്റിയിട്ടൊന്നുമില്ല. flow.microsoft.com തന്നെയാണ്. അതിനൊരു ഡെസ്ക്ടോപ്പ് വെർഷൻ ഉണ്ട്. നിങ്ങൾക്ക് ഇതിനെ ഞാനൊരു RPA ടൂളെന്നൊന്നും വിളിക്കുന്നില്ല. പക്ഷേ നമ്മുടെ ഡെസ്ക്ടോപ്പ് ആപ്ലിക്കേഷൻസ് ഓട്ടോമേറ്റ് ചെയ്യാനും നമുക്ക് ഈ ഒരു പവർ ഓട്ടോമേറ്റ് ഡെസ്ക്ടോപ്പ് ഉപയോഗിച്ച് ചെയ്യാൻ പറ്റും. അത് ഫ്രീ ആണ്, നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. ലൈസൻസ് പ്രോബ്ലംസ് ഒന്നുമില്ല. ഇനി അതിൻ്റെ വെബ് എഡിഷൻ്റെ ഇത് അല്പം ബാക്കി 2 ആപ്പുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ചെറിയ കോസ്റ്റ്ലി ആണ്. പക്ഷേ ശരിക്കും കോസ്റ്റ്ലി അടുത്ത് വരുന്ന ടൂളാണ്. നമ്മുടെ ചാറ്റ് ബോട്ട് പവർ വിർച്വൽ ഏജൻറ്റ്സ് ഈ കാണുന്ന സ്ക്രീൻ തന്നെയാണ്. സ്ക്രീൻ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നുകയാണെങ്കിലും ഇത് വളരെ സിമ്പിളാണ്. നമ്മൾ ഇതിൻ്റെ ഈ വർക്ക് സ്പേസിലേക്ക് പോകുമ്പോൾ ഒരു സാമ്പിൾ ടെംപ്ലേറ്റ് ഓൾറെഡി ഉണ്ടാവും. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മൾട്ടിപ്പിൾ ടെംപ്ലേറ്റ്സ് അവൈലബിൾ ആണ്. അത് ഈ ടെംപ്ലേറ്റ്സ് ഇതിന് മാത്രമല്ല, പവർ പ്ലാറ്റ്ഫോമിൻ്റെ എല്ലാ ടൂൾസിലും ടെംപ്ലേറ്റ്സ് അവൈലബിൾ ആണ്. അതിൻ്റേതായ ഓട്ടോമേഷൻ, ഇപ്പോൾ ഷെയർപോയിൻ്റ് ഓട്ടോമേഷൻ ആണെങ്കിൽ നിങ്ങൾ ഷെയർപോയിൻ്റ് കണക്ടർ വെച്ച് അങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഓൾറെഡി ഒരു ടെംപ്ലേറ്റ് ഉണ്ടാവും, അത് യൂസ് ചെയ്യാം. അപ്പോൾ ട്വിറ്റർ ഓട്ടോമേഷൻ ആണെങ്കിൽ അങ്ങനെ. അതുപോലെ വിർച്വൽ ഏജൻസിലും കുറേ ടെംപ്ലേറ്റ്സ് അവൈലബിൾ ആണ്. നിങ്ങൾ അതങ്ങ് ഡയറക്റ്റ് അങ്ങ് ഉപയോഗിച്ചാൽ മതിയാവും. പലതും നിങ്ങൾക്ക് ജസ്റ്റ് മോഡിഫൈ ചെയ്താൽ മാത്രം മതിയാവും. പിന്നെ ലാംഗ്വേജ് അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ അല്പം AI ഫെസിലിറ്റീസൊക്കെ ഉണ്ട്. ജസ്റ്റ് ഒന്ന് ട്രെയിൻ ചെയ്തൊക്കെ എടുക്കുക. അധികം സമയമൊന്നും എടുക്കാതെ തന്നെ ഒരു ബോട്ട് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇത് ഒരു
പ്രത്യേകത എന്ന് പറയുന്നില്ല, എല്ലാ ബോട്ടിനും ഉള്ള ഫീച്ചേഴ്സ് തന്നെയാണ്. ഇതിപ്പോൾ മൈക്രോസോഫ്റ്റ് ഇൻറ്റഗ്രേറ്റഡ് ആയതുകൊണ്ട് ഇപ്പോൾ ടീംസ്, ഷെയർ പോയിൻ്റ് പോലുള്ള സിസ്റ്റംസുമായിട്ടൊക്കെ ഈസി ഇൻറ്റഗ്രേഷൻ ഉണ്ട്. വലിയ കോൺഫിഗറേഷനൊന്നും ആവശ്യമില്ല. ഓൾറെഡി നമ്മുടെ റെപ്പോസിറ്ററിയിലുള്ളത് ജസ്റ്റ് അവിടെ ഇപ്പോൾ ടീംസിലാണെങ്കിൽ ആ ചാനൽസിൽ ഒന്ന് പബ്ലിഷ് ചെയ്യുക, അതിന് നമുക്ക് ഓൺ ദ സ്പോട്ട് യൂസ് ചെയ്ത് തുടങ്ങാൻ പറ്റും. ഇതിൻ്റെ എഡിഷൻസ് പറയുകയാണെങ്കിൽ ഈ URL, രണ്ടാമത്തെ URL ആണ് നിങ്ങൾ ഡിസൈൻ ചെയ്യാൻ ഉപയോഗിക്കുക. അതിൻ്റെ പ്രൈസിങ് അല്പം കൂടുതലാണ്. ഇതും ഞാൻ അത്ര എഫിഷ്യൻ്റ് ആണെന്നൊന്നും പറയുന്നില്ല, പക്ഷെ ഞാൻ 2-3 ബോട്ടൊക്കെ ചെയ്തു നോക്കിയിട്ടുണ്ടായിരുന്നു, അതൊക്കെ നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ജസ്റ്റ് കോസ്റ്റ് ഫാക്ടർ മാത്രമാണ് ഒരല്പം കൺസേൺ ഇവിടെ ഉള്ളത്. കുറച്ച് എനിക്ക് തോന്നിയ കുറേ അഡ്വാൻറ്റേജസ് പറയുകയാണെങ്കിൽ, ഇപ്പം നമ്മളൊരു സെൽഫ് സർവീസ് BI എന്ന് പറയുന്നത് ഇത് നല്ല രീതിയിൽ അഡോപ്ഷൻ നടക്കുന്നൊരു ഫീൽഡാണ്. ഇപ്പോൾ ഡെവലപ്പറോ ഡാറ്റ അനലിസ്റ്റോ ഡാറ്റ സയൻറ്റിസ്റ്റോ അങ്ങനെ ഒരു ഫിക്സഡ് ഒരു എംപ്ലോയിയുടെ ആവശ്യമില്ല. ഇപ്പോൾ ഒരു ഓർഗനൈസേഷനിലെ ഏത് ലെവലിലുള്ള ആൾക്കാർക്കും ഈ ടൂൾസ് എല്ലാം ഉപയോഗിക്കാൻ പറ്റും. അത്രയ്ക്ക് വളരെ സിമ്പിളാണ്. നമ്മൾ കൈൻഡ് ഓഫ് വാട്ട് യു സീ ഈസ് വാട്ട് യു ഗെറ്റ്, റൈറ്റ്? അപ്പോൾ ആ സെൽഫ് സർവീസ് BI അല്ലെ സെൽഫ് സർവീസ് ടൂൾസ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് അത് എല്ലാത്തിലും മൈക്രോസോഫ്റ്റ് കൊണ്ടുവരുന്നുണ്ട്. അത് ഇപ്പോൾ ലോ കോഡിലാണ് നിൽക്കുന്നത്, ഫ്യൂച്ചറിൽ ഇനി നോ കോഡിലേക്ക് പോയേക്കാം. അത് എത്രത്തോളം സക്സസ് ആകുമെന്ന് ഇപ്പോൾ പറയാൻ പറ്റില്ല, കാരണം ഒരു പ്ലാറ്റ്ഫോം ഇതുവരെ സക്സസ് ആയിട്ടില്ല. പിന്നെ അറ്റ്ലീസ്റ്റ് BAസിനെങ്കിലും ഇതൊരു റാപ്പിഡ് പ്രോട്ടോടൈപ്പിംഗ് ടൂളായിട്ട് 1-2 പേരെ ഞാൻ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ ക്ലയൻറ്റ് സൈറ്റിൽ പോയിട്ട് ഡയറക്റ്റ് ക്ലയൻറ്റിന് ആപ്ലിക്കേഷൻ ഇൻ്റർഫേസ് വരച്ച് കാണിച്ചു കൊടുത്തിട്ട് മോഡിഫിക്കേഷനൊന്നും അധികം ഇല്ലാതെ സെയിം UI തന്നെ നമുക്ക് ഡെവലപ്മെൻറ്റ് സ്റ്റേജിലേക്കും കൊണ്ടുപോകാം. അപ്പോൾ ഒത്തിരി ടൈം സേവിങ് അവിടെ നമുക്ക് വരുന്നുണ്ട്. പിന്നെ ബേസിക്കലി ഇതെല്ലാം റാപ്പിഡ് ഡെവലപ്മെൻറ്റ് കാറ്റഗറിയിൽ വരുന്നത് തന്നെയാണ്. നമ്മൾ കോഡ് എഴുതി വരുന്നതിനേക്കാളൊക്കെ എന്തുകൊണ്ട് വളരെ കുറവ് ടൈമേ എടുക്കുന്നുള്ളൂ. ഒത്തിരി ടൈം സേവിങ്സ് വരുന്നുണ്ട്. പിന്നെ തേർഡ് പാർട്ടി ഡിപ്പെൻഡൻസിയൊക്കെ വളരെ നമുക്ക് കുറയ്ക്കാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ ഒരു ഫുൾ ഫ്ലെഡ്ജ്ഡ് BI ടൂളൊക്കെ ആണെങ്കിൽ ഇപ്പോൾ ഈവൻറ്റ് സ്ട്രീമിങ്ങിന് നമ്മൾ കാഫ്ക ഉപയോഗിക്കുമായിരിക്കും. ഇപ്പം സ്റ്റോറേജിന് ഡാറ്റ ലേക്ക് ഉപയോഗിക്കുമായിരിക്കും. വിഷ്വലൈസേഷന് പവർ BI ഉപയോഗിക്കും. അപ്പോൾ അങ്ങനെ പല പല ടെക്നോളജീസൊക്കെ മിക്സ് ചെയ്ത് വരുന്നത്. അപ്പോൾ അതിൻ്റെ ആവശ്യം ഇത് വരില്ല. ഒരു എൻ്റർപ്രൈസ് ലെവലിൽ തന്നെ നമുക്ക് മൈക്രോസോഫ്റ്റിൻ്റെ തന്നെ ടെക്നോളജീസൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഇതിനെ നമുക്ക് ഒരു ഓർക്കസ്ട്രേഷനൊക്കെ ചെയ്യാനൊക്കെ വളരെ എളുപ്പമാണ്. പിന്നെ അതിൻ്റെ കൂടെ ഇപ്പോൾ മൈക്രോസോഫ്റ്റിൻ്റെ തന്നെ കുറേ ടൂൾസ്, ഫോർ എക്സാമ്പിൾ OneDrive, Excel, ഷെയർ പോയിൻ്റ്, അതിൻ്റെയൊക്കെ കണക്റ്റേഴ്സ് ഡയറക്റ്റ് അവൈലബിൾ ആണ്. അപ്പം സെയിം Office 365 അക്കൗണ്ടിലോ അല്ലെങ്കിൽ ആക്റ്റീവ് ഡയറക്ടറിയിലൊക്കെ ആണെങ്കിൽ അധികം എഫേർട്ടില്ലാതെ നമുക്ക് പെട്ടെന്ന് ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഡിവൈസ് കമ്പാറ്റബിലിറ്റി, അൾട്ടിമേറ്റ്ലി ഇതെല്ലാം വെബ് ബേസ്ഡ് ഔട്ട്പുട്ടാണ്. അപ്പോൾ ഏത് ഡിവൈസിലായാലും റെസ്പോൺസീവായിട്ട് തന്നെ അതിൽ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കാം. പിന്നെ മൈക്രോസോഫ്റ്റിൻ്റെ ഒരു കുറേ അഡ്വാൻറ്റേജസ് ഉണ്ട്. അതിൽ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമ്മൾ അഷ്യൂറിൻ്റെ കുറേ ബെനിഫിറ്റ്സ് നമ്മൾ ഈ പവർ പ്ലാറ്റ്ഫോമിൽ വരുന്നുണ്ട്. സെക്യൂരിറ്റി, കംപ്ലയൻസ്, ഗവർണൻസ്, പിന്നെ ഈ സ്കെയിലബിലിറ്റി പോലുള്ള കാര്യങ്ങൾ, ഡിസാസ്റ്റർ റിക്കവറി. അപ്പോൾ അതൊന്നും യൂസേഴ്സ് അല്ലെ കസ്റ്റമേഴ്സ് അറിയേണ്ട കാര്യം തന്നെ ഇല്ല. ഇൻറ്റേർണലി അതെല്ലാം ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ പവർ പ്ലാറ്റ്ഫോം വന്നിട്ട് ഏകദേശം 3 വർഷമായെങ്കിൽ ഇതുവരെ യാതൊരുവിധ ഔട്ടേജ് ഇഷ്യൂസും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പിന്നെ നമുക്ക് സോഫ്റ്റ്വെയർ അപ്ഗ്രേഡ്സ്, പാച്ചിങ്, കോൺഫിഗറേഷൻ അങ്ങനത്തെ യാതൊരുവിധ ഹെഡേക്സും ഇല്ല. പിന്നെ മൈക്രോസോഫ്റ്റ് എന്ന് പറയുന്നത് അല്പം സ്റ്റേബിളായിട്ടുള്ള ഒരു ഇൻഫ്രാസ്ട്രക്ചർ ലെവലിലൊക്കെ നല്ല ഹാൻഡിൽ ചെയ്യുന്ന ഒരു കമ്പനി തന്നെയാണ്. പിന്നെ അവരുടെ സപ്പോർട്ട് ഇപ്പോൾ ഇനിഷ്യൽ സ്റ്റേജസ് ആയതുകൊണ്ട് തന്നെ അവർ ഒത്തിരി ട്രെയിനിങ്സും കസ്റ്റമർ ലെവലിലൊക്കെ ഒത്തിരി ഫ്രീ സപ്പോർട്ട് ടിക്കറ്റ്സും എല്ലാം തരുന്നുണ്ട്. പിന്നെ Office 365 പോലുള്ള ഇൻറ്റഗ്രേഷൻ ഒക്കെ. പിന്നെ കോമൺ കണക്റ്റേഴ്സിൻ്റെ അത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. എന്നിരുന്നാൽ തന്നെയും നമുക്ക് സ്റ്റിൽ ഇവോൾവിങ് പല ടൂൾസും ഈ പവർ BI ഈ അടുത്ത കാലത്ത് AI ഇൻറ്റഗ്രേഷനൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ ഒത്തിരി കാര്യങ്ങൾ നല്ലതൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇനി അല്പം
ഇതിൻ്റെ ലേണിംഗ് പാർട്ടിലേക്ക് പോവുകയാണെങ്കിൽ ഓൾറെഡി കുറേ സർട്ടിഫിക്കേഷൻസ് അവൈലബിൾ ആണ്. പവർ പ്ലാറ്റ്ഫോമിൻ്റെ സർട്ടിഫിക്കേഷൻസ് തന്നെ അവൈലബിൾ ആണ്. മൈക്രോസോഫ്റ്റ് പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് ഈ 2 hours 4 hours ഒക്കെ ട്രെയിനിങ്സ് ഒക്കെ നടത്തുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അങ്ങനെയുള്ള ട്രെയിനിങ്സ് അറ്റൻഡ് ചെയ്താൽ എക്സാമിൻ്റെ വൗച്ചേഴ്സ് ഫ്രീ ആയിട്ട് കിട്ടും. ഈ ഫണ്ടമെൻ്റൽ എക്സാംസിൻ്റെയൊക്കെ വൗച്ചേഴ്സ് ഫ്രീ ആയിട്ട് മൈക്രോസോഫ്റ്റ് കൊടുക്കുന്നുണ്ട്. പവർ പ്ലാറ്റ്ഫോമിൻ്റെ കൊടുക്കുന്നുണ്ട്, ആപ്സിൻ്റെ കൊടുക്കുന്നുണ്ട്, BAയുടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ പവർ പ്ലാറ്റ്ഫോം സീരിയസ് ആയിട്ട് എടുക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഇപ്പോൾ ഈ സർട്ടിഫിക്കേഷൻസ് ഡെവലപ്പർ സർട്ടിഫിക്കേഷൻസ് ഒന്നുമില്ല, ഏത് ലെവൽ ആൾക്കാർക്ക് ഒന്ന് ട്രൈ ചെയ്യാവുന്ന സർട്ടിഫിക്കേഷൻസാണ്. അപ്പോൾ ആ PL 900 എന്ന് പറയുന്ന സർട്ടിഫിക്കേഷൻ എല്ലാവരും എടുക്കണമെന്ന് ഞാൻ പറയുക. ഒരു 10 കോഴ്സ് ഉണ്ട്, എല്ലാം കൂടി ഒരു ദിവസത്തെ എഫേർട്ടേ ഉള്ളൂ പഠിക്കാനായിട്ട്. പഠിക്കാനുമില്ല, ജസ്റ്റ് കുറേ വീഡിയോസും കുറച്ച് ടെക്സ്റ്റ് വായിക്കാനും മാത്രമേ ഉള്ളൂ. എന്നാൽ ആ PL 900 എന്ന് പറയുന്നതൊക്കെ നിങ്ങൾക്ക് ഈസി ആയിട്ട് എക്സാം കിട്ടും. പിന്നെ അല്പം അഡ്വാൻസ്ഡ് ആയിട്ട് ആപ്പ് ഡെവലപ്പർ, ഈ പവർ ആപ്സ്, ഓട്ടോമേറ്റ് ഒക്കെ വേണമെന്നുള്ളവർക്ക് അപ് ടു ആർക്കിടെക്റ്റ് സർട്ടിഫിക്കേഷൻ വരെ നമുക്ക് അവൈലബിൾ ആണ് ഇപ്പോൾ. അപ്പോൾ ഞാൻ ഇതിൻ്റെ കുറച്ച് വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് സമയത്തിൻ്റെ പരിമിതി ഉണ്ടല്ലോ, അപ്പോൾ ഓരോന്നിൻ്റെ എക്സാമ്പിൾസ് കാണിക്കാനായിട്ട്. അപ്പോൾ ഈ 4 ടൂൾസിൻ്റെയും ഗെറ്റിംഗ് സ്റ്റാർട്ടഡ് വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ URL ഞാൻ കൊടുക്കുന്നുണ്ട്. പിന്നെ ഇത് ഞാനൊരു പ്രൊമോഷനല്ല, ഞാനൊരു ചാനൽ റൺ ചെയ്യുന്നുണ്ട്. പക്ഷേ അതിൽ പവർ പ്ലാറ്റ്ഫോം മാത്രമല്ല, ടെക്നോളജി സംബന്ധമായിട്ടുള്ള എല്ലാ വീഡിയോസും .NETഉം അഷ്യൂറും AWS എല്ലാം ഞാൻ അവിടെ ഇടുന്നുണ്ട്. ഞാൻ ആവശ്യക്കാർക്ക് ഞാൻ ഈ URLലൂടെ പോസ്റ്റ് ചെയ്ത് തരാം. അപ്പോൾ ഇത്രയാണ് എൻ്റെ ഈ സെഷൻ കൊണ്ട്, ഇൻട്രൊഡക്ഷൻ കൊണ്ട് ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇനി ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ചോദിക്കാം. അനുരാജ്, നമുക്ക് അൺമ്യൂട്ട് ചെയ്യാം. ഇപ്പോൾ ക്വസ്റ്റ്യൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചാറ്റിലിട്ടാലും മതി, ഇല്ലെങ്കിൽ അൺമ്യൂട്ട് ആയിട്ട് ചോദിക്കാം. ഓക്കെ. ഹലോ, എൻ്റെ പേര് സാബിത്ത്, കേൾക്കാമോ? പറയൂ. എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. ഈ പവർ ആപ്സിന്റെ അകത്ത് ഈ ഇടയിൽ ഒരു ക്യാൻവാസ് എന്ന് പറയില്ല, അത് പവർ ആപ്സിന്റെ അകത്തുള്ള വേറെ ടൂൾസ് ആണോ? അറ്റ് ദ മൊമെൻറ്റ് ബേസിക്കലി 2 ടൈപ്പ് ആപ്ലിക്കേഷൻസാണ് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റുക പവർ ആപ്സിൽ. ഒന്ന് ക്യാൻവാസ് ബേസ്ഡ് വെബ് ആപ്സും പിന്നെ മൊബൈൽ ടാബ്ലറ്റ് കമ്പാറ്റബിൾ ആപ്സും. അപ്പോൾ ക്യാൻവാസ് ഇത് രണ്ടും ഡെവലപ്മെൻ്റ് എല്ലാം സെയിം തന്നെയാണ്. നിങ്ങൾക്കൊരു വർക്ക് സ്പേസ് കിട്ടും. ജസ്റ്റ് ആ ഒരു കിട്ടുന്ന വർക്ക് സ്പേസിൻ്റെ റെസൊല്യൂഷൻ, അതിൻ്റെ സൈസ് എന്ന് പറയാം. കാരണം വെബ്സൈറ്റ് എന്ന് പറയുമ്പോൾ കുറച്ചുകൂടിയൊക്കെ വലിയ വെബ്സൈറ്റായി വലിയ സ്ക്രീനിൽ വർക്ക് ചെയ്യുക. നിങ്ങൾ മൊബൈലിൽ എടുക്കുകയാണെങ്കിൽ അത് റെസ്പോൺസീവായിട്ട് ചെറുതാവണം, ആ ബിഹേവിയർ മാറണം, അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. പക്ഷേ നമ്മുടെ ടാബ്ലറ്റ് അല്ലെങ്കിൽ ഫോൺ ആണ് നിങ്ങൾ സെലക്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ആ ഒരു റെസൊല്യൂഷനിൽ മാത്രമേ നിങ്ങൾ കാണുള്ളൂ. അത് ഡിവൈസ് ടാർഗറ്റഡ് ആപ്ലിക്കേഷൻ ടൈപ്പ് ആയിരിക്കും. പക്ഷേ അതിൻ്റെ ഫീച്ചേഴ്സ് എല്ലാം സെയിം. നിങ്ങൾ ബട്ടൺ ഡ്രാഗ് ചെയ്ത് വെക്കുന്നതും ടെക്സ്റ്റ് ബോക്സ് ഡ്രാഗ് ചെയ്ത് വെക്കുന്നതും അതിൻ്റെ ഡാറ്റ സെറ്റ് കോൾ ചെയ്യുന്നതും എല്ലാം സെയിം. ജസ്റ്റ് ആ വിഷ്വൽ അപ്പിയറൻസിന് മാത്രമേ ഡിഫറൻസ് വരുന്നുള്ളൂ. ഹലോ, എൻ്റെ പേര് റിഷാദ് എന്നാണ്. കേൾക്കാം. ഓക്കെ. ഈ പവർ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് ഡെവലപ്പേഴ്സ് എന്തെങ്കിലും റോൾ ഉണ്ടോ, അതല്ല ബിസിനസ് പീപ്പിൾ? ഡെവലപ്പേഴ്സിന് റോള് വേണമെങ്കിൽ കൊണ്ടുവരാം. ഓൾറെഡി ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞില്ലേ, ഇപ്പോൾ പവർ BIയിൽ ഇപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റ് അനാലിസിസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന സ്റ്റോക്ക് മാർക്കറ്റ് ബ്രോക്കറിൻ്റെ വെബ്സൈറ്റിൽ ഓട്ടോമേറ്റഡ് ഒരു API ഉപയോഗിച്ചിട്ട് സെല്ലിങ്ങും പർച്ചേസും ഒക്കെ ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ പവർ BIക്ക് ആ ക്യാപ്പബിലിറ്റി ഇല്ല. പക്ഷേ പവർ BIക്ക് ട്രിഗേഴ്സ് ഉപയോഗിച്ചിട്ട് നമ്മുടെ പവർ ഓട്ടോമേറ്റ് വെച്ചിട്ട് അതിന് ഈ ഒരു പ്രോസസ്സ് നമുക്ക് ഓട്ടോമേറ്റ് ചെയ്യാം. അപ്പോൾ അവിടെ പവർ ഓട്ടോമേറ്റ് ബേസിക്കലി ലോ കോഡ് തന്നെയാണ്. ബട്ട് സ്റ്റിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന ബ്രോക്കർ അല്പം കോഡിങ്, അല്പം കസ്റ്റം ഓതൻറ്റിക്കേഷനൊക്കെ വേണം. അവിടെ എന്തെങ്കിലും കോഡിംഗ് ഒക്കെ വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈബ്രറി ആയിട്ടൊക്കെ ചെയ്യേണ്ടി വരും. അപ്പോൾ സ്റ്റിൽ ഡെവലപ്പേഴ്സിന് സ്കോപ്പ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ
ആപ്ലിക്കേഷൻസ് എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഹലോ വേൾഡ് പോലുള്ള ചെറിയ ആപ്ലിക്കേഷൻസ് അല്ലല്ലോ പറയുക. ശരിക്കും റിയാലിറ്റി ഡിഫറെൻ്റ് ആണ്. നമ്മളൊരു എൻ്റർപ്രൈസ് ആപ്ലിക്കേഷൻ ഡെവലപ്മെൻറ്റിന് പോകുമ്പോൾ അവരുടെ റിക്വയർമെൻറ്റ്സ് വളരെ ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ അവരെ കൊണ്ട് ചെറിയ രീതിയിൽ ചെയ്യാൻ പറ്റുമായിരുന്നു എന്നുണ്ടെങ്കിൽ നമ്മൾ അപ്രോച്ച് ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ അവിടെ ചെറിയ രീതിയിലുള്ള കസ്റ്റമൈസ്ഡ് ആപ്ലിക്കേഷൻസ് നിങ്ങൾ ഉണ്ടാക്കേണ്ടി വരും. അത് കൂടുതലും നമ്മൾ ചെയ്യുക പല പല ടൂൾസ് മിക്സ് ചെയ്തിട്ടായിരിക്കും ചെയ്യുക. ഫോർ എക്സാമ്പിൾ നിങ്ങൾ പവർ ആപ്സിൽ നിന്ന് പവർ ഓട്ടോമേറ്റ് വിളിക്കാമെന്ന് പറഞ്ഞു. അതേപോലെ നിങ്ങൾക്ക് അഷ്യൂർ ഫങ്ഷൻസ് വിളിക്കാം, ലോജിക് ആപ്സ് വിളിക്കാം. അപ്പോൾ അവിടെ നിങ്ങൾക്ക് ഡെവലപ്മെൻറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ ലോജിക് ആപ്സ് ഒക്കെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കസ്റ്റം .NET അസംബ്ലിയൊക്കെ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ സ്റ്റിൽ ഡെവലപ്പറിൻ്റെ റോള് റിലവൻ്റ് ആണ്. ഓക്കെ, താങ്ക്സ്. ഹലോ പ്രവീൺജി, കേൾക്കാവോ? കേൾക്കാം. പ്രവീൺജി, ഈ പവർ ആപ്സിന്റെ ട്രെയിനിങ് ഇപ്പൊ പല കമ്പനികളിലും നടക്കും. അതെ, അതിന്റെ ഭാഗമായിട്ട് നമുക്ക് കുറച്ച് ട്രെയിനിങ് കിട്ടി. പക്ഷെ ഞാനത് വലിയ കാര്യമായിട്ട് എനിക്ക് തോന്നിയൊരു ഡൗട്ട്, നമ്മൾ ഈ പവർ ആപ്സ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ശരിക്കും ഇതൊരു എന്താ പറയുക, അത് ഡിപ്ലോയ് ചെയ്യുന്നത് അതായത് ഒരു മൊബൈൽ ഫോണിലാണല്ലോ ഇതിന്റെ ആ ഒരു ടെംപ്ലേറ്റ്സ് ഒക്കെ, അല്ലെങ്കിൽ മൊബൈൽ ഫോൺ അല്ലെങ്കിൽ ടാബ്ലറ്റ്. അപ്പോ ശരിക്കും ഒരു പ്യൂർലി വെബ് ബേസ്ഡ് ഇതാണോ അതോ കുറച്ച് നേറ്റീവ് ആ ഒരു ഫീച്ചർ ഉള്ള ടൈപ്പ് ആപ്സ് ആണോ പവർ ആപ്സ്? ഓക്കെ. അറ്റ് പ്രസൻറ്റ് നിങ്ങൾ ഉണ്ടാക്കുന്ന പവർ ആപ്സ് ആപ്ലിക്കേഷൻസ് ഇപ്പോൾ നിങ്ങളുടെ ഇപ്പോൾ ഓർഗനൈസേഷൻ ഉണ്ടെങ്കിൽ ഓർഗനൈസേഷനിലെ ആൾക്കാരുമായിട്ട് നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. അപ്പോൾ അവർക്ക് ഒരു URL കൊടുത്താൽ അവർ ഓപ്പൺ ആക്കും. അല്ലെങ്കിൽ നിങ്ങളതിനെ നിങ്ങളുടെ ഓർഗനൈസേഷനിൽ തന്നെ ഇപ്പോൾ സ്റ്റോർ ഉണ്ടെങ്കിൽ, മാർക്കറ്റ് പ്ലേസ് പോലുള്ള സ്റ്റോറൊക്കെ ഉണ്ടെങ്കിൽ അവിടെ ആയിരിക്കും പബ്ലിഷ് ചെയ്തിരിക്കുക. അവിടുന്ന് ഡയറക്റ്റ് നമുക്ക് കോൾ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഔട്ട്സൈഡ് ഓർഗനൈസേഷൻ നിങ്ങളിപ്പോൾ പെർമിഷൻ കൊടുക്കാത്തവർക്ക് ആ ഒരു URL ആക്സസ് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ തൽക്കാലം ഈ ഒരു ഡിപ്പെൻഡൻസി ഉണ്ട്. ഇപ്പോൾ ഫ്യൂച്ചറിൽ അത് മാറിയേക്കാം. അപ്പോൾ ദാറ്റ് മീൻസ് അത് ഇപ്പോഴും ഒരു മൾട്ടിപ്പിൾ ക്രോസ് പ്ലാറ്റ്ഫോം പോലെ ഇപ്പോൾ ഈ എന്താ പറയുക ഗൂഗിളിന്റെ ക്ലസ്റ്റർ അതുപോലെ ഒരു മൾട്ടിപ്പിൾ പ്ലാറ്റ്ഫോമിലേക്കുള്ള സപ്പോർട്ട് ഇതുവരെ ആയിട്ടില്ല. മൾട്ടിപ്പിൾ പ്ലാറ്റ്ഫോം, മൾട്ടിപ്പിൾ ഡിവൈസ്, ഓക്കെ. മൾട്ടിപ്പിൾ പ്ലാറ്റ്ഫോം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇത് മൈക്രോസോഫ്റ്റ് പ്രൊപ്രൈറ്ററി ആണ്. അവർ തൽക്കാലം ഞാൻ റോഡ് മാപ്പ് വായിച്ചതിൽ അങ്ങനെ മൾട്ടി പ്ലാറ്റ്ഫോം ഡെവലപ്മെൻറ്റ് സപ്പോർട്ട് അങ്ങനത്തെ ഒരു ചിന്ത തൽക്കാലം ഇല്ല അവർക്ക്. ഇപ്പോൾ ഇല്ല, മൈക്രോസോഫ്റ്റിൻ്റെ കസ്റ്റമർ ബേസ് വളരെ വലുതാണ്. അവർക്ക് അവരുടേതായ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ഉണ്ട്. പിന്നെ ഞാൻ ഈ സെഷൻ എടുക്കുന്നത് പോലും കമ്മ്യൂണിറ്റി ബെനിഫിറ്റിന് വേണ്ടിയിട്ടല്ലേ. അപ്പം എനിക്ക് അവർ ലേൺ ചെയ്യാനും പിന്നെ ഫ്രീ അക്കൗണ്ട്സ് ആയിട്ടും ഒക്കെ ഒത്തിരി തന്നു. എനിക്കത് താല്പര്യം ഉണ്ടായതുകൊണ്ടാണ്. അപ്പോൾ ഇത് എന്തായാലും ഈ വേർഡ് ഓഫ് മൗത്ത് ഇങ്ങനെ സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കും. പിന്നെ കസ്റ്റമർ ലെവൽ നോക്കിയാലും അവർക്കും റാപ്പിഡ് ആപ്ലിക്കേഷൻ, പിന്നെ കോസ്റ്റ് എഫക്റ്റീവ്, പിന്നെ സ്കെയിലബിലിറ്റി, റിലയബിലിറ്റി, അങ്ങനെയുള്ള കുറേ ബെനിഫിറ്റ്സ് നോക്കുന്നുണ്ടാവും. അപ്പോൾ വേറെ പലരും ഇപ്പം ഈ വിർച്വൽ അസിസ്റ്റൻ്റൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഓട്ടോമേഷൻ എനിവെയറൊക്കെ പോലുള്ള ടൂൾസ് ഉണ്ട്. പക്ഷേ ഇതേപോലെ വെബിൽ നമുക്ക് ഓട്ടോമേറ്റ് ചെയ്യാം. അതേ സമയത്ത് തന്നെ ആ ഒരു ഓട്ടോമേറ്റ് ചെയ്തത് ഒരു പവർ BI ആയിട്ട് ലിങ്ക് ചെയ്യുക. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള കുറേ ബെനിഫിറ്റ്സ്, ഇൻ്റഗ്രേഷൻ ബെനിഫിറ്റ്സ് എൻ്റർപ്രൈസ് ലെവലിൽ തിങ്ക് ചെയ്യുമ്പോൾ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കസ്റ്റമേഴ്സ് എല്ലാം ഇത് നോക്കും. ഇത് നമ്മൾ മൈക്രോസോഫ്റ്റിൻ്റെ ഏതൊരു ടൂളും നമ്മൾ വളരെ ചെറിയൊരു കസ്റ്റമർ ബേസിനെ ഒന്നും ടാർഗറ്റ് ചെയ്യുന്നില്ല സത്യം പറഞ്ഞാൽ. ഇപ്പം ഷെയർ പോയിൻ്റ് പോലുള്ളതൊക്കെ നോക്കിയാൽ ഇപ്പോൾ നമ്മൾ അഷ്യൂറിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ അല്പം കോസ്റ്റ്ലി അഫെയർ അല്ലേ. ഇപ്പോൾ അഷ്യൂർ സിനാപ്സ് അനലിറ്റിക്സ് ഒക്കെ ആണെങ്കിൽ മന്ത്ലി വളരെ വലിയ ബില്ലിംഗ് ആണ് നടക്കുക. അപ്പം അത് അങ്ങനെയുള്ള കസ്റ്റമേഴ്സിനെ അഫോർഡ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഒരു കാര്യം കൂടി, നമ്മളിപ്പോൾ സ്റ്റോക്ക് ബ്രോക്കറിന്റെ കാര്യം പറഞ്ഞല്ലോ. അപ്പോൾ നമുക്കൊരു ആൽഗോ ട്രെയിനിങ് ആപ്ലിക്കേഷൻസ് ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. നിങ്ങൾ അതിന് ആ വിർച്വൽ അസിസ്റ്റൻറ്റിൻ്റെ വിർച്വൽ അസിസ്റ്റൻ്റ് പവർ ഓട്ടോമേറ്റിൻ്റെ ഡെസ്ക്ടോപ്പ് വെർഷൻ്റെ ആവശ്യമേ ഉള്ളൂ. അതിൽ ഈ സെറോദ എന്നൊക്കെ പറയുന്ന അവരൊക്കെ API തരുന്നുണ്ട്. അത് ഡയറക്റ്റ് യൂസ് ചെയ്താണ്. മിക്ക ആൾക്കാരും ഇപ്പോൾ തരുന്നുണ്ട്. അതെ, ഓക്കെ. വേറെ എന്തെങ്കിലും? വേറെ ആരെങ്കിലും? പ്രവീൺ, എൻ്റെ പേര് അജിത്ത് ആണ്. പറയാം. ഹലോ. ആ, ഓക്കെ.
ഇസ് ഇറ്റ് ഓക്കെ ഞാൻ ഇത്തിരി ഇൻഫർമേഷൻ ഷെയർ ചെയ്ത ഞാൻ പവർ ആപ്സിൽ വർക്ക് ചെയ്യാണ് ഷുവർ ഓറോയിലാണ്. ഓക്കെ പ്ലീസ്. ഓക്കെ, സോ ഇറ്റ്സ് ലൈക്ക് അലാഡിൻ ക്വരീസ് ഞാൻ ഇപ്പോൾ കേട്ടു. മോസ്റ്റ് ഓഫ് ദ അലാഡിൻ ക്വരി ഇത് തന്നെയാണ്, എങ്ങനത്തെ ആപ്പ് ഉണ്ടാക്കാം, പിന്നെ അതൊക്കെ ഇപ്പോൾ ഷെയർ ചെയ്യാം. സോ കറൻ്റ്ലി ദർ ആർ 3 ടൈപ്സ് ഓഫ് ആപ്സ്. ഒന്ന് ക്യാൻവാസ് ആപ്പാണ്, പിന്നെ മോഡൽ ഡ്രിവൺ ആപ്സ് ഉണ്ട്, പിന്നെ പവർ ആപ്സ് പോർട്ടൽസ് ഉണ്ട്. ഓക്കെ, ക്യാൻവാസ് ആപ്സ് എന്ന് പറയുന്നത് മൊബൈൽ ആൻഡ് ടാബ്ലറ്റിന് വേണ്ടി യൂസ് ചെയ്യാം. മോഡൽ ഡ്രിവൺ ആപ്സ് എന്ന് പറയുന്നത് മൊബൈലിൽ യൂസ് ചെയ്യാം, വെബിലും യൂസ് ചെയ്യാം. ആൻഡ് തേർഡ് ഈസ് പോർട്ടൽ. പോർട്ടൽ ഈസ് കംപ്ലീറ്റ്ലി വെബ് ബേസ്ഡ് ആപ്പാണ്. ഇതിൻ്റെ യൂസേജ് എങ്ങനെയാണെന്ന് വെച്ചാൽ ക്യാൻവാസും മോഡലും വിത്തിൻ ഓർഗനൈസേഷൻ ആണ്. വിത്തിൻ ഓർഗനൈസേഷൻ ഷെയർ ചെയ്യാൻ പറ്റും. ബേസിക്കലി ഈ അഷ്യൂർ ത്രൂ ആണ് യൂസർ മൈക്രോസോഫ്റ്റ് ലോഗിൻസ് എല്ലാം നടക്കുന്നത്. സോ വിത്തിൻ ഓർഗനൈസേഷൻ യൂസ് ചെയ്യണത്. ആൻഡ് എക്സ്റ്റേണൽ യൂസേഴ്സായി ഷെയർ ചെയ്യണമെങ്കിൽ വി ക്യാൻ യൂസ് പവർ ആപ്സ് പോർട്ടൽസ്. പിന്നെ ഉള്ളത് ക്യാൻവാസ് ആപ്പ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഡേറ്റ സോഴ്സ് എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ ഡേറ്റ സോഴ്സ് ആയിട്ട് നമുക്ക് കണക്ട് ചെയ്യാം, ഒരു സ്പെസിഫിക് ഡേറ്റ സോഴ്സ് ആയിട്ടില്ല. ആൻഡ് മോഡൽ ഡ്രിവൺ ആപ്പിൻ്റെ പറയുമ്പോൾ ഈ ഡേറ്റ വേഴ്സ് ഉണ്ട്. സോ ഡേറ്റ വേഴ്സ് ഇസ് എ ഡിഫോൾട്ട് ഡേറ്റ സോഴ്സ് ഫോർ മോഡൽ ഡ്രിവൺ ആപ്സ്. പിന്നെ എക്സ്റ്റേണൽ സോഴ്സായി കണക്ട് ചെയ്യാനെന്ന് പറഞ്ഞാൽ ഈ നമ്മളുടെ പവർ ഓട്ടോമേറ്റ് ത്രൂ കണക്ട് ചെയ്ത് ഡേറ്റ റിട്രീവ് ചെയ്യുക അങ്ങനെയാണ്. സോ മോഡൽ ഡ്രിവൺ ആപ്സ് അറ്റ് എ ടൈം ഒരു എന്താ പറയുക ഡേറ്റ വേഴ്സ് ആയിട്ട് മാത്രം കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ആൻഡ് സെയിം വേ വിത്ത് പവർ ആപ്സ് പോർട്ടൽസ് ഓൾസോ. സോ ഡിഫോൾട്ട് സോഴ്സ് എന്ന് പറഞ്ഞ ഡേറ്റ വേഴ്സ്. സോ ഇൻ ദാറ്റ് കേസ് ഈ ഇപ്പം മോഡൽ ആപ്സും പവർ ആപ്സ് പോർട്ടൽ റിലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഓർഗനൈസേഷൻ യൂസേഴ്സിന് വേണ്ടി നമുക്ക് മോഡൽ ഡ്രിവൺ ആപ്സ് യൂസ് ചെയ്യാം വിത്ത് ദ സെയിം ഡേറ്റ വേഴ്സ് ആസ് എ ഡേറ്റ സോഴ്സ്. ആൻഡ് അതേ ഡേറ്റ വേഴ്സ് വെച്ച് നമുക്ക് എക്സ്റ്റേണൽ യൂസേഴ്സിന് പവർ ആപ്സ് പോർട്ടൽ ത്രൂ ആക്സസ് കൊടുക്കാം. This is just a high level for you. I hope it helps. Any more questions? And thank you, Ajit. നമ്മുടെ കേമ ഗ്രൂപ്പിൻ്റെ ജോയിൻ ലിങ്ക് കൊടുക്കുന്നുണ്ട്. ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ ഇത് എക്സ്പയർ ആവും. ഹലോ കേൾക്കാമോ? കേൾക്കാം, പറഞ്ഞു. എൻ്റെ പേര് ജിതിൻ എന്നാണ്. എനിക്കൊരു ഡൗട്ടുള്ളത്, നമ്മുടെ പവർ പ്ലാറ്റ്ഫോമിൽ ബേസിക്കായിട്ട് 4 കാര്യങ്ങളാണല്ലോ പറയുന്നത്: പവർ ഓട്ടോമേറ്റ്, പവർ ബി ഐ, വെർച്വൽ ഏജൻറ്റ് ആൻഡ് പവർ ആപ്സ്. അതിൽ പവർ വെർച്വൽ ഏജൻറ്റ് എന്ന് പറയുമ്പോൾ ഇതാക്കി ചാറ്റ് ബോട്ട് ആണല്ലോ, നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് ക്രിയേറ്റ് ചെയ്യാം. കുറച്ച് ക്വസ്റ്റ്യൻസും ആൻസേഴ്സും കസ്റ്റമേഴ്സിൻ്റെ കയ്യിൽ നിന്ന് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണല്ലോ, അല്ലെങ്കിൽ അവരായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നതിന് വേണ്ടി. അപ്പോൾ നമുക്ക് ഈ ചാറ്റ് ബോട്ടിൻ്റെ റിസൾട്ട് നമുക്ക് ഒരു പവർ ഓട്ടോമേറ്റോ സംതിങ് വെച്ചിട്ട് നമുക്ക് ഡേറ്റാബേസ് സേവ് ചെയ്യുക, അത് ഫ്യൂച്ചർ പർപ്പസിന് ഒരു ലീഡായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുമോ? അറ്റ് ദ മൊമെൻറ്റ് കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഫയൽ അപ്ലോഡ് പോലുള്ള ഫീച്ചേഴ്സൊന്നും ഇപ്പോൾ അവൈലബിൾ അല്ല, കാരണം അതിന് ചെറിയ പ്രോഗ്രാമിംഗ് ഒക്കെ ആവശ്യമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഫീച്ചേഴ്സ് വരാനുണ്ട്. അപ്പോൾ എനിക്ക് ഒരു 100% ഉറപ്പില്ല തൽക്കാലം ഇത്. ഈ പവർ വിർച്വൽ അസിസ്റ്റൻറ്റിൽ തന്നെ ഒരു ഡാഷ്ബോർഡും ഒക്കെ ഉണ്ട്, അവിടെ ഈ റെസ്പോൺസ് എല്ലാം ക്യാപ്ചർ ചെയ്ത് കാണിക്കും. പക്ഷേ ഇപ്പോൾ ആ ഫീച്ചർ ഇല്ല എന്നുണ്ടെങ്കിൽ എന്തായാലും അത് വരും. ഓക്കെ, ഞാനൊരു ആർട്ടിക്കിൾ നോക്കിയിരുന്നു. അപ്പോൾ അതിൻ്റെ അകത്ത് നമുക്കിപ്പോൾ കുറച്ച് AI ക്വസ്റ്റ്യൻസ് ക്രിയേറ്റ് ചെയ്യാമല്ലോ പവർ വെർച്വൽ ഏജൻറ്റിൽ. അപ്പോൾ അതിൻ്റെ ആൻസർ നമുക്ക് ഈ പവർ ഓട്ടോമേറ്റിൽ അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. അതിൽ നിന്ന് പവർ ഏജൻറ്റിൽ നിന്ന് ഡേറ്റ കളക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമ്മളൊരു കോൺടാക്ട് നമ്പർ അല്ലെങ്കിൽ ഇമെയിൽ അഡ്രസ് അങ്ങനെ എന്തെങ്കിലും, അല്ലെങ്കിൽ ഏജ്, അങ്ങനത്തെ ഒരു ബേസിക് ഇൻഫർമേഷൻസ് വേണമെങ്കിൽ ഒരു കസ്റ്റമറിൻ്റെ ചാറ്റിൽ നിന്ന് കളക്ട് ചെയ്തിട്ട് ആ ഇൻഫർമേഷൻസ് കിട്ടുന്നുണ്ടെങ്കിൽ അത് വെച്ചിട്ടൊരു റോ നമ്മുടെ ഡേറ്റാബേസിൽ ക്രിയേറ്റ് ചെയ്യാനുള്ളൊരു ഡേറ്റാബേസിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഓട്ടോമേറ്റിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യം ഇപ്പോൾ എനിക്ക് അറിയില്ല. പറ്റുമോ, നോക്കിയായിരുന്നോ? അല്ല, ഞാൻ അങ്ങനെ ഒരു ഓപ്ഷൻ കണ്ടു, അതുകൊണ്ടാണ് ചോദിക്കാൻ, ഡീറ്റെയിൽ അറിയാൻ വേണ്ടിയിട്ടാണ്. എനിക്ക് ഓട്ടോമേറ്റിക് വഴിയിട്ട് നമുക്ക് CDS-ൽ അത് ഇൻഫർമേഷൻ സേവ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ബാക്കിയുള്ള CDS-ൽ നിന്ന് നമുക്ക് ഓട്ടോമേറ്റ് ചെയ്യാൻ പറ്റും എന്നാണോ പറയുന്നത്? പറ്റുമെന്നാണ് പറഞ്ഞത്. ജസ്റ്റ് ട്രൈ ചെയ്തിട്ടുള്ളൂ, എനിക്ക് ഡീറ്റെയിൽസ് ആയിട്ട് അറിയില്ല. ഞാൻ ആ ഒരു പവർ ഓട്ടോമേറ്റ് ഇൻ്റഗ്രേഷൻ ഞാൻ ചെയ്തിട്ടില്ല.
CDS വരെ ഒരു കോമൺ ഡാറ്റ സെറ്റിൽ അത് സേവ് ചെയ്യും. അവിടെ നിന്ന് നമുക്ക് മാനുവലി എക്സ്പോർട്ട് ചെയ്ത് എക്സലിലേക്കൊക്കെ കൊണ്ടുപോകാം. ആ ഫീച്ചർ ഉണ്ട്. ഓട്ടോമേറ്റിൻ്റെ കാര്യം അറിയില്ല. CDS സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതൊരു ലീഡ് ആണല്ലോ ഓട്ടോമാറ്റിക്. വേറൊരു ആപ്ലിക്കേഷൻ നമുക്ക് പവർ ആപ്സിൽ ഉണ്ടെങ്കിൽ ഈ CDSലെ ഡേറ്റ നമുക്ക് ലിസ്റ്റ് ചെയ്യാമല്ലോ. ഒരു പവർ ആപ്സിന്റെ ഡേറ്റ സോഴ്സ് CDS കൊടുത്ത് ആ ലിസ്റ്റ് ചെയ്യാം. അപ്പോൾ ഒരു സെയിൽസ് പേഴ്സണെ സംബന്ധിച്ച് ഈ ചാറ്റ് ബോട്ടിന്റെ ചാറ്റ് റിസൾട്ട് ഒരു ലീഡായിട്ട് എടുക്കും. അയാളെ പിന്നീട് കോൺടാക്ട് ചെയ്ത് നമുക്ക് സെയിൽസ് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ. ആ ഒരു ഫ്ലോ ആണ് ഞാൻ ഉദ്ദേശിച്ചത്. കറക്റ്റ് വേണ്ട ഫീച്ചറാണ്. മിക്കവാറും അതിനകത്ത് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഇല്ലെങ്കിൽ ഒരു വർക്ക് അറൗണ്ടെങ്കിലും ഉണ്ടാവും. ഓക്കെ. ലൈക്ക് ആദ്യം പറഞ്ഞ കാര്യമായിട്ട് പവർ ആപ്സിൽ നമുക്കൊരു ബട്ടൺ വെച്ചിട്ട് നമുക്കൊരു ഫ്ലോ ജനറേറ്റ് ചെയ്യാൻ പവർ ആപ്സിൽ നിന്ന് പറ്റും. ഓക്കെ, നമുക്ക് ഞാൻ നമ്മുടെ ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഇട്ടിട്ടുണ്ട്, അവിടെ ഒന്ന് ജോയിൻ ചെയ്തോ. നമുക്ക് ഫർദർ ഡിസ്കഷൻസ് നമുക്ക് ചെയ്യാം. ഞാനൊന്ന് നോക്കട്ടെ. ഓക്കെ ഗുഡ്. ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു. പ്രവീൺ ഷെയർ ചെയ്യാം. ഹലോ പ്രവീൺ, എൻ്റെ ഷിജു എന്നാണ്. പ്ലീസ്. സോ ആക്ച്വലി ഇതില് പവർ BIയിൽ എത്ര ലെവൽ ഓഫ് സർട്ടിഫിക്കേഷൻസ് ഉണ്ട്? ആക്ച്വലി എത്ര ലെവൽസ് എന്ന് പറയാൻ പറ്റില്ല. ഇപ്പോൾ പവർ അങ്ങനത്തെ സർട്ടിഫിക്കേഷൻസ് തൽക്കാലം ഇല്ല. നമുക്ക് പവർ പ്ലാറ്റ്ഫോം സർട്ടിഫിക്കേഷൻ ഉണ്ട്. പിന്നെ ഡയറക്റ്റ് പവർ BIയുടെ ഒരു സർട്ടിഫിക്കേഷൻ ഉണ്ട്. അഡ്വാൻസ്ഡ് അല്ല, അത് ഒരു ബേസിക് സർട്ടിഫിക്കേഷൻ തന്നെയാണ്. അഡ്വാൻസ് സർട്ടിഫിക്കേഷൻ റോൾ ബേസ്ഡ്. ഇപ്പോൾ മൈക്രോസോഫ്റ്റ് സ്ട്രാറ്റജി ചെറുതായിട്ട് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പവർ പ്ലാറ്റ്ഫോം സൊല്യൂഷൻ ആർക്കിടെക്റ്റ് കണ്ടില്ലേ? നിങ്ങൾക്ക് പവർ BI മാത്രമായിട്ട് എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. ഒരു മിക്സ് ആയിരിക്കും. എല്ലാ ടൂൾസിൻ്റെയും ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ആ ഒരു ലെവലിൽ പ്രതീക്ഷിക്കാം. ഇപ്പോൾ പവർ ആപ്സിൻ്റെ നോക്കുകയാണെങ്കിൽ പവർ പ്ലാറ്റ്ഫോം PL100 എന്ന് പറയുന്നത് മെയിനായിട്ട് പവർ ആപ്സ് ആണ്. പക്ഷേ അതിനകത്ത് ഈ പവർ ഓട്ടോമേറ്റും വരുന്നുണ്ട്. അങ്ങനെ ഓരോ സർട്ടിഫിക്കേഷൻ നോക്കിയാലും അല്പസ്വല്പം എല്ലാ ടൂൾസിൻ്റെയും ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അപ്പോൾ ഒരു ടൂൾ മാത്രം പഠിച്ചാൽ ഇത് എഴുതിയെടുക്കാൻ പറ്റില്ല. ഓക്കെ. പിന്നെ വേറൊരു കാര്യം, പവർ BI ബിഗ് ഡാറ്റ ലെവൽ എത്രത്തോളം നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റുമോ? അതായത് ബിഗ് ഡാറ്റ അനലിറ്റിക്സ് സപ്പോർട്ട്. ഇതിൽ പ്രോസസ്സിംഗ്, ഇപ്പോൾ ഇതൊരു വിഷ്വലൈസേഷൻ ഡാഷ്ബോർഡിങ് റിപ്പോർട്ടിംഗ് ടൂളാണല്ലോ. നിങ്ങൾ അനാലിസിസ് നിങ്ങൾ മറ്റൊരു പ്ലാറ്റ്ഫോമിൽ തന്നെ ചെയ്തിരിക്കണം. ഫോർ എക്സാമ്പിൾ അഷ്യൂർ സിനാപ്സ് അനലിറ്റിക്സ് അല്ലെങ്കിൽ ഡേറ്റാബ്രിക്സ് അവിടെ ചെയ്തിട്ട് പവർ BI ഡയറക്റ്റ് അതിലേക്ക് നമുക്ക് കണക്ട് ചെയ്യാം. അല്ലെങ്കിൽ അതിൻ്റെ ഒരു സ്റ്റേജിങ് ഡേറ്റാബേസ് ഉണ്ടാവുമായിരിക്കുമല്ലോ. ഫോർ എക്സാമ്പിൾ SQL സെർവർ, അതിലേക്ക് കണക്ട് ചെയ്തിട്ട് ബാക്കി വിഷ്വലൈസേഷൻ ചെയ്യാം. ഒരു പരിധി വരെ കുറേ അനാലിസിസ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ എൻ്റർപ്രൈസ് ലെവലിൽ നോക്കിക്കഴിഞ്ഞാൽ അത് മതിയാവില്ല. റിയൽ സിനാരിയോയിൽ അത് എൻ്റെ എക്സ്പീരിയൻസ് കൊണ്ട് പറയുകയാണ്, അത് പോരാതെ വരും. ഓക്കെ, താങ്ക് യു. ഓക്കെ. ഇനി എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടോ? ഇല്ലെങ്കിൽ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. Okay, thank you everyone. Thank you Praveen. Thank you for your ആദ്യത്തെ മലയാളം കേമകന്റെ മലയാളം സെഷന്റെ നന്ദി. ജോയിൻ ചെയ്ത എല്ലാവർക്കും നന്ദി പറയുന്നു. നമ്മുടെ നെക്സ്റ്റ് മീറ്റ് പ്രോബ്ലി ഈ ജൂൺ